ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂതേർമഹദ്ഭിർയ ഇമാ പുരോ വിഭു നിർമ്മായ ശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. ശ്രേഷ്ഠമായ ഈ ഒരു സത്രസദസ്സിൽ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമുക്ക് ഭാഗവതത്തിലെ ചിത്രകേതു ഉപാഖ്യാനമാണ് വിഷയം. ഒരു സത്രം ആയതുകൊണ്ട് തന്നെ വലിയൊരു മുഖവരിയുടെ ആമുഖ പ്രഭാഷണത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് കരുതുന്നു. നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ചിത്രകേതുവിൻ്റെ കഥ വളരെ പ്രസിദ്ധമാണ്, വളരെ ശ്രേഷ്ഠമായ കഥയാണ്. ഭാഗവതത്തിലെയും ഓരോരോ കഥകളും ഏത് രീതിയിൽ കേൾക്കണം എന്ന ആചാര്യൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ഭാരതീയ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായനക്കാരോട് സംവദിക്കുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ്, രണ്ട് ഭാഷയിലൂടെയാണ്. നിഷേധഭാഷ, വിധിഭാഷ. നിഷേധഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുഭവമായ എല്ലാറ്റിനെയും നിഷേധിച്ച് ലൗകിക തലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാറ്റിനെയും ലൗകികാനുഭവത്തെ നിഷേധിച്ച് ഇതിനപ്പുറമുള്ളതെന്തോ അത് എന്ന് ബ്രഹ്മാനുഭൂതിയെ അല്ലെങ്കിൽ ഭഗവാനെ പറയുകയാണ്. സച്ചിദാനന്ദം ബ്രഹ്മ, ബ്രഹ്മം സച്ചിദാനന്ദമാണ്, ഭഗവാൻ സച്ചിദാനന്ദനാണ്. ഇത് നിഷേധഭാഷയിലുള്ള പരാമർശമാണ്. സംശയമുണ്ടാവും, സച്ചിദാനന്ദം ഭഗവാനാണെന്ന് പറയുമ്പം അവിടെ എവിടെയാണ് നിഷേധം വരുന്നത്? അവിടെ നിഷേധമാണ്. സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നും കൂടിയതാണ് സച്ചിദാനന്ദം. എന്താ ഈ സത്ത്? ആ സത്ത് അല്ലാത്തതെന്തോ അതാണ് സത്ത്. ഇവിടെ സത്തിനെ ലൗകിക തലത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ലൗകിക തലത്തിൽ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും തലത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് അസത്തിനെയാണ്. ഈ പ്രപഞ്ചാനുഭവം, പ്രപഞ്ചം അസത്താണ്. അപ്പം സത്ത് എന്ന് പറയുമ്പം അസത്ത് അല്ലാത്തതെന്തോ അത് സത്ത്, അസത്ത് അല്ലാത്തതെന്തോ അത് സത്ത്. അവിടെ നിഷേധാണ്. ഈ കാണുന്നതൊക്കെ അസത്താണ്, ഇതൊന്നും അല്ലാത്തതെന്തോ അതാണ് സത്ത്. ഈ ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചൈതന്യം എന്നർത്ഥം, ചുരുക്കി പറയുകയാണെങ്കിൽ. ഇവിടെ ചൈതന്യത്തെ നമ്മൾ അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. നമ്മൾ നാമരൂപങ്ങളെ സത്യമായിട്ട് കരുതുക. ഈ രൂപത്തെ, ആകൃതിയെ, അതിൽ കൽപ്പിക്കപ്പെട്ട പേരിനെ, ഇതിനൊക്കെയാണ് നമ്മൾ സത്യമായിട്ട് അറിയുന്നത്. അതിലൂടെ പ്രകാശിക്കുന്ന ഇതിൻ്റെയൊക്കെ ഉണ്മയായ ചൈതന്യം ഏകമാണെന്ന് അനുഭവിക്കാൻ ലൗകിക തലത്തിൽ കഴിയുന്നില്ല. അപ്പൊ അവിടെ അനുഭവം എന്തു മാത്രമേ ഉള്ളൂ? ജഡം മാത്രമേ ഉള്ളൂ. ലൗകിക തലത്തിൽ അനുഭവം ജഡമേ ഉള്ളൂ. അപ്പം ലൗകിക തലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ജഡത്തെ വെച്ച് ഇത് അല്ലാത്തതെന്തോ അത് ചിത്ത്. ആനന്ദം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ലൗകിക തലത്തിലെടുക്കരുതേ. സാധാരണഗതിയിൽ ആനന്ദം എന്ന് വെച്ചാൽ സുഖം, സന്തോഷം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുക. എന്നാൽ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആനന്ദം എന്നതുകൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് സുഖദുഃഖങ്ങൾക്ക് അതീതമായ അവസ്ഥയാണ്, അല്ലെങ്കിൽ സുഖത്തിന്റെ നൈരന്തര്യമാണ്. നിരതിശയമായ നിരന്തരമായ സുഖത്തെയാണ് ആനന്ദം എന്ന് പറയുക. ഇവിടെ നമ്മളങ്ങനെ നിരതിശയമായ നിരന്തരമായ സുഖം അനുഭവിക്കുന്നുണ്ടോ?
ചെറിയ ചെറിയ സുഖങ്ങൾ അനുഭവിക്കുന്നു, കുറച്ചു നേരം, കുറച്ചു കഴിഞ്ഞ് അത് ദുഃഖമായിട്ട് മാറുന്നു. അപ്പൊ സുഖത്തിന്റെ നൈരന്തര്യത്തെ നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പൊ സുഖദുഃഖങ്ങൾക്ക് അതീതമായ ആ ഒരു അവസ്ഥയ്ക്കാണ് ആനന്ദം എന്ന് പറയുക. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെ വെച്ച് ഇതല്ലാത്തതെന്തോ അത് ആനന്ദം. നോക്കൂ, അപ്പം സച്ചിദാനന്ദം എന്ന് വെച്ചാൽ നിഷേധിച്ചുകൊണ്ട് വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്. ഈ രീതിയിലുള്ള വസ്തു പ്രതിപാദനമാണ് ഉപനിഷത്തുക്കളിൽ, പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയുക. ഇത് സാധാരണക്കാർക്ക് ദുർഗ്രാഹ്യമാണ്. നമ്മെപ്പോലുള്ളവർക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ കഴിയില്ല. സാധനാ ചതുഷ്ടയ സമ്പന്നരായ ശിഷ്യർക്ക് ഋഷീശ്വരന്മാർ ഉപദേശിച്ചു കൊടുക്കുന്ന സ്വാനുഭൂതി വാക്യങ്ങളാണിവ. ആ തലത്തിൽ ഉയർന്ന ആൾക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയൂ. എന്നാൽ ഇത് ഈ ഒരു ആധ്യാത്മിക ചിന്ത അങ്ങനെ കുറച്ചു പേർക്ക് മാത്രം പറയപ്പെട്ടതാണോ? അല്ല, ഇതെല്ലാവരിലേക്കും എത്തണം. എല്ലാവരും സാധനാചതുഷ്ടയ സമ്പന്നരായി ഉയരണം. എല്ലാവരും വേദാന്ത ശ്രവണത്തിന് അധികാരിയായി ഉയരണം. അപ്പൊ എല്ലാവരിലേക്കും ഈ വൈദിക താല്പര്യത്തെ എത്തിച്ച് അവരെ ഉത്തമ ശിഷ്യന്മാരാക്കി ഉയർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഋഷീശ്വരന്മാർ സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിച്ചു. ഋഷീശ്വരന്മാർ ലൗകികരുടെ ഭാഷയിൽ സംസാരിച്ചു. ആ ഭാഷയ്ക്ക് വിധിഭാഷ എന്നാ പറയുക. അപ്പൊ നാമരൂപങ്ങളുടെ തലത്തിൽ നിൽക്കുന്ന നമുക്ക് ഈ നാമരൂപങ്ങൾക്ക് അപ്പുറത്തുള്ള തത്വത്തെ ബോധിപ്പിക്കാൻ അവർ കുറെ പ്രതീകങ്ങളെ, ഈ നമുക്ക് പരിചയമുള്ള നാമരൂപങ്ങളെ തന്നെ പ്രതീകങ്ങളായി എടുത്തു. അങ്ങനെ ആ പ്രതീകങ്ങളെ വെച്ചുകൊണ്ട് ഈ വേദാന്ത താല്പര്യത്തെ അവർ നമുക്ക് പറഞ്ഞു തന്നു. ആയവയാണ് ഇതിഹാസ പുരാണങ്ങൾ. ഇതിഹാസ പുരാണങ്ങൾ വിധിഭാഷയിലാണ് സംസാരിക്കുന്നത്. മറ്റത് സമാധി ഭാഷയിൽ, നിഷേധ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇതിഹാസ പുരാണങ്ങൾ ലൗകിക തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് പരിചയമുള്ള സംഭവങ്ങളെ, നമുക്ക് പരിചയമുള്ള സാഹചര്യത്തെ അവലംബമായി എടുത്തുകൊണ്ട് നമുക്ക് തത്വത്തെ ഉപദേശം നൽകുകയാണ്. അപ്പൊ ഇതിഹാസ പുരാണങ്ങൾ ശ്രവിക്കുമ്പോൾ തീർച്ചയായും ഇതിന്റെ ഈ ഒരു പ്രഖ്യാപിതമായ പ്രസിദ്ധമായ ലക്ഷ്യം ഉള്ളിലുണ്ടാവണം. ഒരു കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൈമിഷിക വികാരം ഉണ്ടാവുക എന്നുള്ളതല്ല ശ്രവണത്തിന്റെ ലക്ഷ്യം. വൈകാരിക തലത്തിൽ ആവരുത് ഇങ്ങനെയുള്ള പുരാണ ഇതിഹാസ ശ്രവണം നടക്കേണ്ടത്, മറിച്ച് വൈചാരിക തലത്തിലാവണം. ഓരോ കഥയും വിചാരത്തിന്റെ തലത്തിൽ എടുക്കണം എന്നർത്ഥം. ഭാഗവതത്തിൽ അവസാനം നമുക്ക് കാണാം, ഈ ഒരു തത്വത്തെ ശ്രീ ശിവബ്രഹ്മർഷി വളരെ വ്യക്തമായി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കും. ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞു തന്നതൊക്കെ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതി നതു പാരമാർത്ഥ്യം. ഇതൊക്കെ വിജ്ഞാനവും വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാകുക, വിജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും ഒക്കെ ഉണ്ടാവുക എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ വജോ വിഭൂതി മാത്രമാണ്. ഇതിനെ തീർത്തും പാരമാർത്ഥിക തലത്തിൽ അങ്ങ് എടുക്കണ്ട. ഇപ്പൊ കഥകളുടേതായ പ്രാധാന്യം കൊടുക്കണം, അത്രേ കൊടുക്കാവൂ. അതിലുപരിയായിട്ട് അതിൽ ഭ്രമിക്കരുത്. ഇവിടെ ചിത്രകേതുവിന്റെ കഥയാണെങ്കിലും ശരി, ആ കഥയിലല്ല നമ്മൾ കിടക്കേണ്ടത്. കഥയിലൂടെ നമുക്ക് ഋഷീശ്വരൻ ബോധിപ്പിച്ച് നൽകാൻ ശ്രമിക്കുന്ന തത്വങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. ഇവിടെ വന്ന സമയത്ത് കുറച്ചു നേരം ഇതിന്റെ സംഘാടകനായ വിജയൻ മേനോൻ സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഈ ചിത്രകേതുവിന്റെ കഥയുമായി ഇങ്ങനെ സംസാരിച്ച സമയത്ത് നടത്തിയൊരു പരാമർശം വളരെയധികം നമ്മളെ ആകർഷിച്ചു. അത് അദ്ദേഹം പറഞ്ഞു, മറ്റ് ഭാഗവതത്തിലുള്ള ഓരോരോ കഥകൾ ചില ഇതിനെ മാത്രം, ഭക്തി ജ്ഞാനം വൈരാഗ്യം, ഇതാണ് പ്രധാനമായിട്ട് എല്ലാറ്റിലും. അപ്പൊ ഓരോന്നിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഇപ്പം ദശമസ്കന്ധത്തിലൊക്കെ ഉള്ള കഥകൾ നോക്കിയാൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, ജ്ഞാനം വൈരാഗ്യം അവിടെ കൂടുതൽ കാണില്ല. ഏകാദശത്തിലേക്ക് നോക്കിയാൽ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഇവിടെ ചിത്രകേതുവിന്റെ കഥ നോക്കിയാൽ ഈ മൂന്നിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം കാണാൻ കഴിയുന്നതാണ്. നോക്കിയപ്പോൾ അത് വളരെ വാസ്തവമാണ്. തുല്യ പ്രാധാന്യം ഭക്തിക്ക്, ജ്ഞാനത്തിന്, വൈരാഗ്യത്തിന് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ആ രീതിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചിത്രകേതുവിന്റെ
കഥ. നമുക്ക് ആ പ്രകരണത്തിലേക്ക് പ്രവേശിക്കാം. വൃത്രാസുരന്റെ കഥ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഈ കഥ കേട്ട സമയത്ത് പരീക്ഷത്തിന് സംശയം വരിക. വൃത്രാസുരന്റെ ശരീരത്തിൽ നിന്നും ഒരു ചൈതന്യം ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു എന്ന് പറഞ്ഞപ്പം പരീക്ഷത്തിന് അത്ഭുതമായി. അത്ഭുതമാവും. എന്താ കാരണം? അസുരനാണ്. അസുരനായ വൃത്രാസുരന് മുക്തി കിട്ടുക മാത്രല്ല, മുക്തി കിട്ടുന്നത് പോട്ടെ, അസുരനായ വൃത്രാസുരന്, അസുര യോനിയിൽ പിറന്ന അസുര സാഹചര്യത്തിൽ നിൽക്കുന്ന വൃത്രാസുരന് യുദ്ധക്കളത്തിൽ ഭഗവാനിലെ ശരണാഗതി അടയാൻ കഴിയുക. ഇത് രണ്ടും ശ്രദ്ധിക്കണേ. നമ്മളെപ്പോഴും സാഹചര്യങ്ങളെ കുറ്റം പറയുന്നവരാ. എന്നെ ഭഗവാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയത്, വേറൊരു രീതിയിലേക്കായിരുന്നു വെച്ചാൽ ഞാൻ എത്രയോ നന്നായി പോയിരുന്നു എന്ന് പറയുന്നവരാ നമ്മൾ. ഇവിടെ നോക്കൂ, വൃത്രാസുരന്റെ ജന്മം അസുരകുലത്തിലാണ്. സാഹചര്യം മഹാമോശ. ഇനി എത്തിപ്പെട്ട അവസ്ഥ യുദ്ധക്കളമാണ്. ആ യുദ്ധക്കളത്തിൽ വൃത്രാസുരൻ ഉറപ്പാ ഞാൻ മരിക്കും എന്നുള്ളത്. മുന്നിൽ ദേവേന്ദ്രനായിട്ട് നിൽക്കുന്നത് തന്റെ മരണമാണ്. അപ്പൊ തീർത്തും വിപരീത സാഹചര്യ. ഇങ്ങനെ മരണം മുന്നിൽ കണ്ടിട്ടും ഒരസുരനായിട്ടും അതിൽ പതറാതെ ഭഗവാനെ ആശ്രയിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ അത് അത്ഭുതം തന്നെയാണ്. അതാ പരീക്ഷത്തിന് സംശയം വന്നതേ. രജസ്തമ സ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാത്മന നാരായണേ ഭഗവതി കഥമാസീൽ ദൃഢാമതി. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചവരാണ് അസുരന്മാർ. അങ്ങനെയുള്ള അസുരന്മാരിൽ പൊതുവെ ഭഗവാനിലെ ഭക്തി പ്രായേണ ന ഉപജായതേ, സാധാരണഗതിയിൽ കണ്ടുവരാറില്ല. അവരിലല്ല, ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാം ച ആമലാത്മനാം ഭക്തിർ മുകുന്ദചരണേ ന പ്രായേണോപജായതേന. ശുദ്ധ സത്വ സ്വഭാവികളായ ദേവന്മാരിൽ പോലും ഇത്ര ദൃഢമായ ഭക്തി കണ്ടുവരാറില്ല എന്നാ. വൃത്രാസുരന്റെ ഭക്തിയുടെ ദാർഢ്യം നമ്മൾ നേരത്തെ കണ്ടുവല്ലോ. നേരത്തെ ആ ഭാഗത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പൊ അത്ര ദൃഢമായ ഭക്തി എന്താണ് അതിന് കാരണം? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽ യദതി സിദ്ധയേ യദതാമപി സിദ്ധാനാം കശ്ചിൽ മാം വേത്തി തത്വതഃ. ഇത് അത്ര എളുപ്പത്തിൽ സിദ്ധിക്കുന്നതല്ല. മഹാഭാഗ്യം ചെയ്തവർക്ക് മാത്രം സിദ്ധിക്കുന്നതാ. അതാ ഗോപസ്ത്രീകളെ ഭഗവാൻ രാസക്രീഡാ സമയത്ത് ഇങ്ങ് ക്ഷണിച്ചു. ഓടക്കുഴൽ നാദം കേട്ട് ഇവിടെ വന്ന ഉടനെ ഗോപസ്ത്രീകളെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നത് അല്ലയോ മഹാഭാഗകളെ എന്ന, മഹാഭാഗ്യം ചെയ്തവരെ എന്നാണ്. അവിടെ മഹാഭാഗ്യം ചെയ്തവരെ എന്ന് ഗോപസ്ത്രീകളെ വിശേഷിപ്പിക്കാൻ കാരണം എന്താ? തീർത്തും താഴ്ന്ന സാഹചര്യത്തിൽ ജനിച്ചവരായിട്ടും. തേന്ന ഉപാസിത മഹത്തമ അവ്രത അദപ്ത തപസ, വലിയ തപസ്സൊന്നും ഇല്ല, വലിയ വേദമൊന്നും പഠിച്ചിട്ടില്ല, വലിയ ഉപാസനയൊന്നുമില്ല, വലിയ ശാസ്ത്രം പഠിച്ചിട്ടില്ല. ഇങ്ങനെ തീർത്തും താഴ്ന്ന സാഹചര്യത്തിൽ ജനിച്ചു വീണിട്ടും വളർന്നു വന്നിട്ടും തന്നിലുള്ള അടിയുറച്ച അചഞ്ചലമായ ഭക്തി കാരണം ഉയർന്ന് ഇപ്പം തന്നെ അവർക്ക് അവരുടെ സ്വാധീനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ഗീതയിൽ ഭഗവാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടു. ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ താത്വിക വിഷയത്തിൽ താല്പര്യം ഉണ്ടാവുള്ളൂ, ആധ്യാത്മിക വിഷയത്തിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. ഭൂരിഭാഗം ആൾക്കാരും ഈ ഭൗതിക മായിക പ്രപഞ്ചത്തിലങ്ങ് ഭ്രമിച്ച് ഇവിടെ നിന്നും കിട്ടുന്ന നുറങ്ങുന്ന സുഖങ്ങളാണ് ലക്ഷ്യമെന്നും കരുതി ഇതിന് പിന്നിൽ നെട്ടോട്ടോടി മറ്റു മൃഗജന്മങ്ങളെ പോലെ തന്നെ ഇതിനെ അങ്ങ് നശിപ്പിക്കുക ചെയ്യുക. എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം വിശേഷ ബുദ്ധിയാണ് മനുഷ്യജന്മത്തിന്റെ സവിശേഷത എന്നറിഞ്ഞ് വിശേഷമായി വിചാരം ചെയ്ത് ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അറിയുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനെത്തുന്നു. അതിൽ തന്നെ ഈ ചിന്ത വരുന്നവർ വളരെ കുറവ്, അത് ദൃഢമായിട്ട് വരുന്നവർ വളരെ കുറവ്, പരിശ്രമിക്കുന്നവർ വളരെ കുറവ്, പരിശ്രമത്തിലൂടെ ലക്ഷ്യത്തിലെത്തുന്നവർ വളരെ കുറവ്. അത്ര കണ്ട് ദുർലഭമായ ഭഗവത് ഭക്തി, മുമുക്ഷുത്വം ഈ വൃത്രാസുരൻ അസുരനായിട്ട് പോലും എന്തുകൊണ്ടുണ്ടായി? ഈ ചോദ്യത്തിന് വൃത്രസ്തു സ കഥം പാപ സർവലോകോപതാപന, പാപമതിയാണ് ലോകദൃഷ്ടിയിലെ അസുരനാണ്, എന്നിട്ടും ഇത്ര ദൃഢമായ ഭക്തി എങ്ങനെയുണ്ടായത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ് ആര്? ശ്രീ ശിവബ്രഹ്മർഷി ഈ വൃത്രാസുരന്റെ പൂർവ്വജന്മ കഥയെ പറയാണ്. പൂർവ്വജന്മത്തിൽ അദ്ദേഹം ആർജിച്ച സംസ്കാരം അതാണ് ഈ ജന്മത്തിൽ സ്വഭാവമായിട്ട് പരിണമിച്ചതെന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. ആസീൽ രാജ സാർവഭൗമ ശൂരസേനേഷു വൈ നൃപ ചിത്രകേതുരിദിഖ്യാത യസ്യാസീൽ കാമധുമഹീം. അല്ലയോ രാജാവേ, പണ്ട്
സാർവഭൗമനായിക്കൊണ്ട് ഈ ഭൂമിയുടെ മുഴുവൻ അധികാരം കൈയാളിക്കൊണ്ട് ശൂരസേന രാജ്യത്തിൽ ചിത്രകേതു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തസ്യ ഭാര്യാം സഹസ്രാണാം സഹസ്രാണി ദശാഭവന്ന, ലക്ഷക്കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. സഹസ്രാണാം സഹസ്രാണി ദശാഭവൻ എന്നൊക്കെ പറഞ്ഞ ലക്ഷക്കണക്കായി. അപ്പൊ സാന്താനികശ്ചാപി നൃപോ നലേഭേ താസസന്തതിയും, അദ്ദേഹം സാന്താനികൻ ആയിരുന്നു. സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ സന്താനം ഇല്ലായിരുന്നു. കോടിക്കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ കോടിക്കണക്കിന് ഭാര്യമാരെന്നൊക്കെ പറഞ്ഞത് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഭൗതികമായിട്ട് ചിന്തിക്കുമ്പം അനേകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി സാഹിത്യ ഭാഷയിൽ പറഞ്ഞു എന്ന് കരുതിയാൽ മതി. ആ കോടി ലക്ഷം എന്നൊക്കെയുള്ള കണക്കിലൊന്നും കിടക്കണ്ട. പൊതുവെ സാഹിത്യ ഭാഷ അങ്ങനെയാണ്. അതിശയോക്തി കുറെ കൂടുതലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിശയോക്തി പ്രയോഗിക്കും. നമ്മൾ ലൗകിക ഭാഷയെ തന്നെ പ്രയോഗിക്കാറില്ലേ? 100 കൂട്ടം പണിയുണ്ട് എനിക്ക് വീട്ടിലെന്ന് പറയാറില്ലേ? ഈ 100 കൂട്ടം എണ്ണി പണിയുള്ളവരുണ്ടോ? ആലോചിച്ച് നോക്കൂ. കുറെ അധികം എന്ന് പറയാൻ വേണ്ടി അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയുണ്ട്. എണ്ണി നോക്കി ഉറപ്പിച്ചിട്ട് ആ ലക്ഷം എന്നങ്ങ് പറഞ്ഞൂടെ? കുറെ അധികം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അമ്മ ലക്ഷക്കണക്കിന് ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞത് കുറെ അധികം ഭാര്യമാരുണ്ടെന്ന് മനസ്സിലാക്കിക്കോളെ. ഇനി ആധ്യാത്മിക ദൃഷ്ടിയ ചിന്തിക്കുമ്പോൾ ആചാര്യന്മാർ ഇദ്ദേഹത്തിന്റെ വാസനകളെ, ലൗകിക വാസനകളെയാണ് ഭാര്യമാരായിട്ട് കൽപ്പിച്ചതെന്ന് പറയാറുണ്ട്. സാർവഭൗമനാണ്, ഭൂമിയുടെ മുഴുവൻ അധിപതിയാണ്. അപ്പൊ സ്വാഭാവികമായും വാസനകൾ, അദ്ദേഹത്തിന്റെ വ്യവഹാരതലം വിശാലമാണ്. അപ്പൊ ഈ വ്യവഹാരതലം വിശാലമാകുന്നതിനനുസരിച്ച് വാസനകൾ വർദ്ധിക്കും. അപ്പൊ ഭൂമി മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവാകുമ്പോൾ സ്വാഭാവികമായും കോടിക്കണക്കിന് സങ്കല്പങ്ങൾ, ചിന്തകൾ, വിചാരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആ കോടിക്കണക്കിന് വിചാര വികാരങ്ങളെ, അതിന് ഇരിപ്പിടമായിട്ടുള്ള വാസനയെ ഇവിടെ ഭാര്യയായിട്ട് കൽപ്പിച്ചു. ആധ്യാത്മിക ദൃഷ്ട്യ ഇത് ചിന്തിക്കുമ്പം അങ്ങനെയും പറയാം. കേട്ടെ, കഥയിലേക്ക് തന്നെ വരിക. അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും നോക്കണേ, സാർവഭൗമനാണ്, ഭൂമിയുടെ മുഴുവൻ അധിപനാണ്, നിരവധി ഭാര്യമാരുണ്ട്. ആരെന്ത് പറഞ്ഞാലും അത് സാധിപ്പിച്ചു കൊടുക്കാൻ അനുയായികൾ നിരവധിയുണ്ട്. എന്നാലും ഇദ്ദേഹത്തിന് വിഷമായിരുന്നു എന്നാണ്, ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നാണ്. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോകത്തിൽ നിന്നുകൊണ്ട്, ലോകത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും നിത്യമായ നിരന്തരമായ സുഖം കിട്ടില്ല. നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നോ അതിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള അനുഭവമാണ് അത് നമുക്ക് നൽകുക. ഉറപ്പല്ലേ അത്? നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാം. 1 കോടി ഉറപ്പ്യ കടം തരണമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ എനിക്ക് തരുന്നതിന് എന്റെ പരിമിതിയുണ്ട്. എന്നിലുള്ളത് എനിക്ക് തരാൻ കഴിയുള്ളൂ. അപ്പൊ ഇന്നിപ്പോ നമ്മള് സുഖം അന്വേഷിച്ച് നടക്കുന്നു. സുഖത്തെ നമ്മൾ പ്രപഞ്ചത്തിൽ അന്വേഷിക്കുകയാണ്. ഈ പ്രാപഞ്ചിക വസ്തുവിഷയങ്ങൾ നൽകുന്നതാണ് സുഖം എന്ന് കരുതുക. അപ്പൊ പ്രപഞ്ചത്തിൽ നിന്ന് സുഖം കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. എന്നാൽ പ്രകൃതി, പ്രപഞ്ചം നൽകുന്ന ഏതൊരനുഭവവും പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്താൽ ആപേക്ഷികമായിരിക്കും. ഉറപ്പല്ലത്? ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം എന്താ? ഒന്ന് ചുറ്റിനും നോക്കി നോക്കൂ. സ്ഥിരമായി നിത്യമായി ഒന്നും നമുക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജവേന ഗച്ഛതി ഇതി ജഗത്ത് എന്ന. ജഗത്ത് എന്നുള്ള പര്യായം ഈ ലോകത്തിന് കിട്ടിയത് തന്നെ അതിന്റെ സ്വഭാവം കൊണ്ടാണ്. വളരെ വേഗത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക ജഗത്തെ, ഈ ലോകം. അപ്പൊ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ ആശ്രയിച്ച്, നാശങ്ങൾ സംഭവിക്കുന്ന ഒന്നിനെ ആശ്രയിച്ച് നിത്യമായ സുഖം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സുഖം ഇന്നുണ്ട്, തൊട്ട് അടുത്ത നിമിഷത്തേക്ക് അതങ്ങ് മാറാം. ആ സുഖം നൽകുന്ന വസ്തു നശിക്കാം, ഉടനെ അത് ദുഃഖമാവാം. അപ്പൊ നിത്യമായ നിരന്തരമായ അനുഭവം നിത്യമായ വസ്തുവിനെ ആശ്രയിച്ചിട്ടേ സിദ്ധിക്കുള്ളൂ എന്ന് താല്പര്യം. അതുകൂടിയും ബോധിപ്പിക്കുക. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന് കീഴിലാണ്, സാർവഭൗമനാണ്. എന്നിട്ടും ദുഃഖത്തിനൊരു കാരണം. എന്താ കാരണം? മക്കളില്ല എന്നുള്ളതാണ് കാരണം. മക്കളില്ല എന്നുള്ളത് ദുഃഖത്തിന് കാരണമാണോ? അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണമായി എന്തെങ്കിലും ഉണ്ടോ? മക്കളില്ല എന്നത് ദുഃഖത്തിന് കാരണം? അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ മക്കളില്ലാത്തവരൊക്കെ ദുഃഖിക്കുകയും മക്കളുള്ളവരൊക്കെ പരമാനന്ദം അനുഭവിക്കുകയും വേണം. എന്നാൽ നമുക്ക് സമ്മതിക്കാം മക്കളില്ല എന്നുള്ളത് ദുഃഖത്തിന് കാരണമാണെന്നും മക്കളുള്ളത് സുഖത്തിന് കാരണമാണെന്നും. രണ്ടും തിരിഞ്ഞു മറിഞ്ഞും കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുത്തൻ ഉണ്ടായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. പുത്രദുഃഖം തന്നെ 3 തരത്തിലുണ്ടെന്നാ പറയാ. ജനിക്കാത്ത പുത്രം പോലും നമുക്ക് ദുഃഖം നൽകുന്നതാണ്. എങ്ങനെയാ ജനിക്കാത്ത പുത്രൻ ദുഃഖം നൽകുക? മക്കളില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മകൻ തന്നെ അവിടെ ദുഃഖം നൽകുന്നതേ. എന്തും കിട്ടാതിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള അനുകൂല അനുഭവം മാത്രം ചിന്തിക്കുന്ന സമയത്ത്
അത് കിട്ടാത്തതാണ് എന്റെ ദുഃഖത്തിന് കാരണം എന്ന് കരുതുന്നു. പിന്നെ അത് വർദ്ധിച്ച് 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 വല്ലാത്ത സംഘർഷവും വല്ലാത്ത അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. സുഖം നൽകുന്ന ഒന്നിനെ നമ്മൾ കാണുക, കേൾക്കുക, ഇന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിന്റെ സഹായത്തോടെ ഒരു വിഷയസുഖത്തെ നമ്മൾ പരിചയപ്പെടുന്നു. അതിന് അനുകൂലമായി വീണ്ടും ചിന്ത പ്രവർത്തിക്കുന്നു. ഉടനെ അത് ആഗ്രഹമായിട്ട് പരിണമിക്കുന്നു. അതോടുകൂടി നമ്മുടെ സ്വസ്ഥത ഇല്ലാതെയാവുന്നു. വാസ്തവല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. അത് കിട്ടാത്തത് കൊണ്ടുള്ള വിഷമം. ഇനിയിപ്പോൾ അതെങ്ങനെയെങ്കിലും കിട്ടണം. അവിടെ തുടക്കം എവിടെയാ? ഈ സങ്കല്പത്തിലാണ്. തുടക്കം സങ്കല്പത്തിലാ. 2 നില വീട്, എനിക്കൊരു ചെറിയ വീടേ ഉള്ളൂ. ആ വീട് ഞാൻ സുഖമായിട്ട് അങ്ങനെ താമസിച്ചു വരിക. അപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ അയാളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. അയാളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ 2 നില വീടാണ്, സകല സൗകര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ അങ്ങ് അനുഭവിച്ച് 2 ദിവസം അവിടെ താമസിച്ചു. അതോടുകൂടി ആ സങ്കല്പം മനസ്സിൽ വന്നു. 2 നില വീടുണ്ടെങ്കിൽ എന്തൊക്കെ സുഖമുണ്ട്, എന്തൊക്കെ സൗകര്യമുണ്ട്. കിട്ടാതിരിക്കുമ്പം അനുകൂലമായ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെക്കൊണ്ടുള്ള ദോഷമൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല. അപ്പൊ അതുണ്ടെങ്കിൽ എന്തൊക്കെ സൗകര്യമുണ്ട്, എന്തൊക്കെ ഗുണമുണ്ട്. സങ്കല്പം അവിടെ ജനിക്കുന്നു. സങ്കല്പത്തിൽ നിന്നാണ് കാമൻ ജനിക്കുന്നത്. കാമം ഉണ്ടാവുന്നത് സങ്കല്പത്തിൽ നിന്നാണ്. അതാ മഹാഭാരതത്തിൽ പറയും, അല്ലയോ കാമ, എനിക്ക് അങ്ങയുടെ തത്വം അറിയാം. സങ്കല്പാൽക്കിരജായസേ, അങ്ങ് സങ്കല്പത്തിൽ നിന്നും ഉണ്ടാവുന്നു. അതുകൊണ്ട് എന്നെ അങ്ങ് തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട, ഞാൻ സങ്കല്പിക്കില്ല. അപ്പം ഓരോന്നിനെ കാണുന്നതോ കേൾക്കുന്നതോ അനുഭവിക്കുന്നതോ അല്ല സങ്കല്പത്തെ ഉണ്ടാക്കുന്നത്. മറിച്ച് അതിനെ മനസ്സിലിട്ട് താലോലിക്കുക, അതിനനുകൂലമായി ചിന്തിക്കുക. കാണാതെയും കേൾക്കാതെയും നമുക്ക് ഇവിടെ ജീവിക്കാനാവില്ല. കണ്ടു കഴിഞ്ഞു, അങ്ങ് പോയി, കുഴപ്പമില്ല. നേരെ മറിച്ച് അതിനെ മനസ്സിലിട്ട് പിന്നെയും താലോലിക്കുന്ന സമയത്ത് അത് തീവ്രമായ സങ്കല്പമായിട്ട് മാറും. അത് പിന്നീട് ആഗ്രഹമായിട്ട് പരിണമിക്കും. പിന്നെ അസ്വസ്ഥത തുടങ്ങുക. ഈ ആഗ്രഹം നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കും. ഇനി അങ്ങനെ കിട്ടി എന്ന് കരുതുക. കിട്ടിക്കഴിഞ്ഞാലോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കിട്ടിയാൽ കുറച്ചൊരു സുഖം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പിന്നെ അത് പരിപാലിക്കാനും സംരക്ഷിക്കാനും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനി അത് നഷ്ടപ്പെട്ടാലോ അപ്പോഴും ദുഃഖം. അപ്പൊ സുഖം എപ്പോഴാ? കിട്ടാതിരിക്കുമ്പോൾ കിട്ടാത്തതുകൊണ്ടുള്ള ദുഃഖം. കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടുള്ള ദുഃഖം. നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടുള്ളൂ എന്നുള്ള ദുഃഖം. ഇതൊന്ന് കൂട്ടിക്കിഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% ദുഃഖവും 10% സുഖവുമാണ്. ഇതൊക്കെ എവിടുന്നാ തുടങ്ങുന്നത്? മനസ്സിലുള്ള ഈ സങ്കല്പം കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ വിചാരിച്ചാൽ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റും. എനിക്ക് പ്രാരബ്ധം അനുസരിച്ച് എന്താണോ എന്നിലേക്ക് വരേണ്ടത് അത് വന്നോളും. ഞാനായിട്ട് പ്രത്യേകിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ വേണ്ട എന്നുള്ള രീതിയിൽ നിസ്സംഗനായിട്ട് നിൽക്കാൻ കഴിഞ്ഞ ഒരു കുഴപ്പമില്ല. അല്ലെ നമ്മൾ ആഗ്രഹിച്ചതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ദുഃഖം മാത്രമല്ല, സുഖം തന്നെ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ സുഖം നമ്മളൊന്ന് അനുഭവിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ പ്രവൃത്തി ചെയ്തതും മാത്രമാണോ നമ്മളിലേക്ക് വന്നത്? അങ്ങനെയാണെന്ന് വെച്ചാൽ ദുഃഖം നമ്മുടെ ആഗ്രഹമായിരുന്നു വരവിന് കാരണം എങ്കിൽ ദുഃഖം നമുക്ക് ഉണ്ടാവുകയോ ചെയ്യരുത്. നമ്മൾ ആരെയും ദുഃഖത്തിനെ ആഗ്രഹിക്കുന്നുണ്ടോ? ദുഃഖത്തിനെ ക്ഷണിക്കുന്നുണ്ടോ? ഇല്ല. എന്നാലോ ദുഃഖം നിരവധി വരുന്നില്ലേ? ഉണ്ട്. എന്നാ പിന്നെ സുഖത്തിനെ ആഗ്രഹിക്കണോ? സുഖവും വന്നോളില്ലേ? ദുഃഖം നമ്മൾ ക്ഷണിക്കാതെ, സ്വാഗതമോതാതെ, ഒരു പ്രയത്നവും പ്രവൃത്തിയും പ്രത്യേകിച്ച് ദുഃഖത്തിന് വേണ്ടി ചെയ്യാതെ ദുഃഖം വരുന്നുണ്ടെങ്കിൽ സുഖവും വന്നോളില്ലേ? ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കർത്തൃത്വം ഉണ്ടോ? ഒരു കർത്തൃത്വമില്ല. ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം. വരുന്നത് സ്വീകരിച്ചോളുക, പോകുന്നത് പോയിക്കോട്ടെ എന്ന് കരുതിക്കോളുക. പറയാൻ എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു. ജീവിതത്തിൽ ഇങ്ങനെ വരുന്നൊക്കെ വിഷമകരമായിട്ടുള്ള വരുന്നൊക്കെ അങ്ങ് സ്വീകരിക്കുക, ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതുക. പറ്റുമോ അത്? പറ്റുമോ അതും ചോദിച്ചാൽ അതേ പറ്റിയിട്ടുള്ളൂ. ഇനി അതേ അങ്ങോട്ട് പറ്റുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും സ്വയം ഒന്ന് ജീവിതത്തിൽ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്കിഷ്ടമില്ലാത്തതിനെ നമുക്ക് സമരം നടത്തിയിട്ട് എത്ര കാലം തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടുണ്ട്? നമുക്കിഷ്ടമുള്ളതിനെ നമ്മൾ എത്ര പിടിച്ചു നിർത്തിയാൽ നമുക്ക് നിർത്താൻ കഴിയും? കുറച്ചു കഴിഞ്ഞാൽ അത് പോയില്ലേ? വരേണ്ടത് വരും, പോവേണ്ടത് പോവും, സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു കർത്തൃത്വമില്ല, നിയന്ത്രണവുമില്ല. അതിനെപ്പറ്റി ആലോചിച്ചും അതിനെ ഈ പോകേണ്ട സാധനത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിച്ചും വരേണ്ടതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പരിശ്രമിച്ചും അങ്ങനെ നശിപ്പിക്കേണ്ടതാണോ ഈ വിശിഷ്ടമായ ജന്മം? എന്തൊക്കെ ചെയ്യാനുണ്ട് ഈ ജന്മം കൊണ്ട്? ഈ ബുദ്ധിയെ കൊണ്ട് എന്തൊക്കെ നമുക്ക് പ്രവർത്തിക്കാനുണ്ട്? നമുക്ക് കർത്തൃത്വം, നമുക്ക് നിയന്ത്രണമില്ലാത്ത വിഷയങ്ങളുടെ പിന്നിലേക്ക് പറഞ്ഞയക്കേണ്ടതാണോ ഈ വിശേഷ ബുദ്ധിയെ? സ്വയം ആലോചിച്ച് നോക്കുക. അതൊക്കെ വരികയോ പോവുകയോ ചെയ്തോളും. ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെയൊക്കെ സ്വഭാവവും ബോധ്യാവും. എന്നാൽ പലപ്പോഴും അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഈ സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഭൗതിക വിഷയങ്ങളുടെയൊക്കെ ഒരു മായിക പ്രപഞ്ചത്തിൽ അങ്ങ് ഭ്രമിച്ചു പോവുക. ഇവിടെ ചിത്രകേതുവിനും അതെ, മക്കളില്ലാത്തതുകൊണ്ട് ദുഃഖം.
അങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്കിരസ മഹർഷി വന്നു. അങ്കിരസ മഹർഷി അദ്ദേഹത്തിന്റെ അരികിലെത്തിയത് അദ്ദേഹത്തിന് തത്വം ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കേമായിട്ട് സ്വീകരിച്ചിരുത്തി. അപ്പം സ്വീകരിക്കുമ്പോഴും തന്നെ സൽക്കരിക്കുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ മ്ലാനമായ മുഖം കണ്ടിട്ട് അങ്കിരസ മഹർഷി ചോദിച്ചു, ആത്മന പ്രിയതേനാത്മാ പരത സ്വത ഏവമാ ലക്ഷയെ അലബ്ധകാമം ത്വാം ചിന്തയാ ശബളം മുഖം. അങ്ങയുടെ മുഖം ചിന്തയാ ശബളം, എന്തോ വല്ലാത്തൊരു ചിന്ത അങ്ങയെ ഗ്രസിച്ചിട്ടുണ്ടല്ലോ. എന്താ അങ്ങ് വിഷമിക്കുന്നത്, എന്താ കാരണം ചോദിച്ചു. അപ്പം പറഞ്ഞു, ലോകപാലേർ അഭിപ്രാർത്ഥ്യ സാമ്രാജ്യ ഐശ്വര്യ സമ്പദ. അദ്ദേഹത്തിന്റെ ആ പറച്ചിൽ നോക്കണേ. ലോകപാലേർ അഭിപ്രാർത്ഥ്യ, ലോകപാലന്മാര് പോലും ആഗ്രഹിക്കുന്നതൊക്കെ എനിക്കിപ്പുണ്ട്. സാമ്രാജ്യമുണ്ട്, ഐശ്വര്യമുണ്ട്. എന്നാൽ നന്ദയന്തി അപ്രജാം മാം, ഇതൊക്കെ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. എന്നാ നന്ദയന്തി, ഈ സൗകര്യങ്ങളൊന്നും എന്നെ സുഖിപ്പിക്കുന്നില്ല. എങ്ങനെയുള്ള എന്നെ? അപ്രജം, മക്കളില്ലാത്ത എന്നെ ഇതൊന്നും സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ്. ഇത് ഈ പറഞ്ഞത് വെച്ചൊന്ന് ചിന്തിച്ചാൽ ഇവിടെ സുഖം എന്താ ദുഃഖം എന്താണെന്ന് ബോധ്യവും. നമ്മളിൽ പലരും കരുതുന്നത് പോലെ ചില വസ്തുക്കളിൽ ഇരിക്കുന്ന ഒന്നല്ല, അല്ലെ ഈ ചില വസ്തുക്കളോ ഈ ലോക വിഷയങ്ങളോ അല്ല സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ബോധ്യവും. നമ്മുടെ സങ്കല്പമാണ്, നമ്മുടെ മനസ്സാണ് ഇവിടെ സുഖത്തിനെയും ദുഃഖത്തിനെയും ഉണ്ടാക്കുന്നത്. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. മക്കളില്ലാത്തത് എന്റെ ദുഃഖത്തിന് കാരണമാണെന്ന് ചിന്തിച്ചപ്പോൾ ആ ചിന്ത ഉള്ളിലുള്ള ഈ ചിത്രകേതു ഇരിക്കുന്നത് വലിയ രാജകീയ കൊട്ടാരത്തിലായിട്ടും ഈ ലോകങ്ങളുടെ മുഴുവൻ അധിപനായിട്ടും അദ്ദേഹത്തിന് സമാധാനമില്ലാതെ, അദ്ദേഹത്തിന് സുഖമില്ലാതെ. അപ്പൊ നമ്മളുടെ മനസ്സ് എങ്ങനെയാണോ, അവിടെയുള്ള സങ്കല്പം ഏത് രീതിയിലാണോ അതിനനുസരിച്ചിട്ട് സുഖവും ദുഃഖമൊക്കെ ഉണ്ടാവുക. എന്നെ സുഖിപ്പിക്കാൻ എന്നെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല, ഞാൻ ദുഃഖിക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരാളെ ദുഃഖിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. മനസ്സിലാക്കുക എന്നർത്ഥം. അപ്പൊ ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ വിഷമം പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് എനിക്കിതാ മഹായോഗിയനായിട്ടുള്ള മഹർഷിയൊക്കെ അല്ലേ, എന്തെങ്കിലും ഒരു യാഗോ യജ്ഞമൊക്കെ ചെയ്തിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം തത്വോപദേശത്തിന് വന്ന മഹർഷി അതെന്തേ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഉപദേശം എപ്പോഴും പാത്രം അറിഞ്ഞിട്ട് കൊടുക്കണം എന്നാണ്. അവിടെ തന്നെ ആധ്യാത്മിക ഉപദേശങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ആചാര്യന്മാര് നൽകുള്ളൂ. അതിവിടെ മാത്രമൊന്നുമല്ല, നമ്മുടെ ശാസ്ത്രങ്ങളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം. ഈ ഭഗവത്ഗീത ഉപദേശം എന്തിനാ ഭഗവാൻ ഈ ഇത്ര വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ വരെ കാത്തുവെച്ചത്? കൃഷ്ണനും അർജുനനും കൂട്ടുകാരായിരുന്നില്ലേ? അവരൊരുമിച്ചിട്ട് ഇതിന് മുന്നേ എത്രയോ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലേ? ഭാവിയിൽ അർജുനൻ ഇങ്ങനെ ഒരു വിഷമാവസ്ഥ വരുമെന്ന് ത്രികാലജ്ഞാനിയായിട്ടുള്ള കൃഷ്ണൻ അറിയില്ലേ? അപ്പൊ സ്വന്തം കൂട്ടുകാരനെ ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കാതെ കുറച്ച് മുന്നേ തന്നെ ഒരു ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അങ്ങ് വിട്ടുകൂടായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? അതിനു മുന്നേ ഉപദേശം കൊടുത്തിട്ടേ ഇല്ലല്ലോ. ഇനി ഗീതാ ഉപദേശം തുടക്കം തന്നെ നോക്കൂ. അർജുനൻ തന്റെ തളർച്ചയെ അതിഗംഭീരമായി ന്യായീകരിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. 1-ാമത്തെ അധ്യായം നോക്കിയാൽ കാണാം. അതിഗംഭീര പ്രസംഗം. അഭിമാനം കൂടി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കാനുള്ള ഒരു വ്യഗ്രതയും കൂടി ഉണ്ട് അവിടെ. ബന്ധുക്കളെയൊക്കെ കൊന്ന് അവരുടെയൊക്കെ ചോര പോരണ്ട് കിട്ടുന്നത് സുഖം, അത് അനുഭവിക്കുന്നില്ല. എന്താണ് അർത്ഥം കൃഷ്ണ? ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എന്നാ ഇതൊക്കെ പണിപ്പെട്ട് പറയുമ്പോഴും അർജുനന്റെ മുഖം, അർജുനന്റെ അവസ്ഥ കാണിക്കുന്നത് എന്താ? ഇതൊന്നും അല്ല ശരി എന്തെന്ന് എനിക്ക് അറിയില്ല, ഞാൻ വല്ലാത്തൊരു ദുർഘടാവസ്ഥയിലാണ് എന്നാണ്. ഇതിപ്പോ നല്ല പ്രസന്നനായി നല്ല സന്തോഷത്തോടു കൂടി അർജുനൻ പറയാ, എനിക്കിതാ ഈ യുദ്ധം ചെയ്ത് കിട്ടുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്കിതൊന്നും വേണ്ട, ഞാൻ സന്യസിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയും, വേഗം പോയിക്കോളൂ, ബാക്കി 4 ആൾക്കാരുണ്ടല്ലോ അവര് രാജ്യം ഭരിച്ചോളും, അങ്ങ് പോയിക്കോളൂ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞതേ. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം വിഷീദന്തം. കൃപയാവിഷ്ടനാണ്, അശ്രുപൂർണാകുലേക്ഷനാണ്, കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, കരയാൻ കഴിയുന്നില്ല. കരയാൻ കഴിയണമെങ്കിൽ പൊട്ടാനുള്ളൊരു അങ്ങനെ ഉണ്ടല്ലോ, കരഞ്ഞാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും എന്നാണ്. അപ്പൊ അതുമില്ല, അത്ര വിഷമാവസ്ഥയില. അതുകൊണ്ടാണ് കൃഷ്ണൻ അവിടെ ഉപദേശം തുടങ്ങിയത്. എന്നിട്ടോ ഉപദേശിച്ചു കൊടുത്തോ? ഇല്ല. അർജുനൻ ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അർജുനന്റെ ആ ധാരണ ഉണ്ടല്ലോ, അതിനെ നിശിതമായിട്ട് വിമർശിച്ചു. അപ്പം തന്റെ ധാരണ തെറ്റാണെന്ന് ബോധ്യമായപ്പം ശരിയെന്തെന്ന് അറിയുവാനുള്ള ഔത്സുക്യം, താല്പര്യം ഉണ്ടായി. ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നം. ഞാനിതാ
പ്രപന്നനായി ശിഷ്യനായി അങ്ങേ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ ശിഷ്യഭാവത്തിൽ കാൽക്കലേക്ക് വീണപ്പോൾ മാത്രമേ ഉപദേശം തുടങ്ങിയുള്ളൂ. ഉദ്ധവോപദേശം അങ്ങനെ തന്നെയാ. അവസാനം നാരായണം നരസഖം ശരണം പ്രപദ്യേ, നാരായണനായ നരസഖനായ അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പം സമ്പൂർണ്ണ ശിഷ്യഭാവം കണ്ട സമയത്ത് മാത്രം ഉപദേശം തുടങ്ങി. 6 ശിഷ്യന്മാര്, 6 പേര് യുവാക്കള്. അവർക്ക് ഈ ലോകത്തിന്റെ അടിസ്ഥാനമായ തത്വത്തെ, ഈ ലോകത്തിന്റെ സത്യത്തെ, ബ്രഹ്മത്തെ അറിയണം. അവർ യാത്ര പുറപ്പെട്ടു. ഒരു മഹർഷിയുടെ അരികെ എത്തി. പ്രശ്നോപനിഷത്തിൽ നമുക്ക് കാണാം. എന്നിട്ട് ആ വിപ്ലാദ മഹർഷിയോട് അവരാവശ്യപ്പെട്ടു, എന്തൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കുമോ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന്. മഹർഷി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ പഠിച്ചത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ 1 കൊല്ലം നിങ്ങളിവിടെ താമസിക്കണം. 1 കൊല്ലത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാന്ന് വെച്ചാൽ, ഇപ്പം പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞു കൊടുത്തൂടെ? എന്തിനാ ഈ 1 കൊല്ലം ഇവിടെ താമസിപ്പിക്കുന്നത്? അവിടെ ആ 1 കൊല്ലം എന്ന് വെച്ചാൽ ഗുരുക്കന്മാരുടെ കൂടെ, ആചാര്യന്റെ കൂടെ 1 കൊല്ലം വേണ്ട. ആചാര്യന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, നല്ല പ്രയാസമാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോരോ ചിന്തകൾ, വിചാരങ്ങൾ ആചാര്യം മനസ്സിലാക്കും. നല്ല പ്രയാസം തന്നെയാണ്. അപ്പൊ 1 കൊല്ലം ആ മഹർഷിയുടെ കൂടെ അവിടെ താമസിക്കുമ്പം അതിനനുസരിച്ചിട്ട് ഇവരെ ഉയർന്നു വന്ന് സമ്പൂർണ്ണ ശിഷ്യരായി എന്ന് കണ്ടപ്പം അവിടെ വെച്ചിട്ട് അവർ 6 പേരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്ന മഹർഷിയെ ഉപനിഷത്തിൽ കാണാം. നീ 32 കൊല്ലം പോയിട്ട് തപസ് ചെയ്തിട്ട് വാ, എന്നാ നിനക്ക് ബ്രഹ്മം എന്താണെന്ന് അറിയും പറഞ്ഞ് തപസ്സിന് പറഞ്ഞയക്കുന്ന, സാധനകൾ വിധിക്കുന്ന ഋഷീശ്വരന്മാരെ നമുക്ക് കാണാം. അപ്പം തീർത്തും യോഗ്യനാണ് ശിഷ്യൻ എന്ന് അറിഞ്ഞാൽ മാത്രമേ ഉപദേശം നൽകുള്ളൂ. ഇവിടെ അങ്കിരസ് ഇപ്പം ഉപദേശം നൽകിയ ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് അത് കയറില്ല, ഉറപ്പാ. കാരണം മക്കള് വേണം, പുത്രൻ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. മുമുക്ഷുത്വമൊന്നും ഉണ്ടായില്ല, വൈരാഗ്യം വന്നിട്ടില്ല. മുമുക്ഷുത്വമൊക്കെ പോട്ടെ, നീ വിവേകം ഉണ്ടാവണം. നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ഇത് രണ്ടും ഉണ്ടായില്ല. അപ്പൊ അതുണ്ടാവണമെങ്കിൽ അനുഭവം വേണം. ഈ ലോകത്തിന്റെ സ്വഭാവം അനിത്യമാണെന്ന് ബോധ്യം ഉണ്ടാവണം. അത് അനുഭവത്തിലൂടെ തന്നെ അദ്ദേഹം പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ വെച്ചിട്ടൊരു യാഗം നടത്തി, പായസം കൊടുത്തു. ഇത് കഴിച്ച ഭാര്യ പ്രസവിക്കും, അങ്ങക്ക് ഇതാ മകനുണ്ടാവും. നോക്കണേ, ആ മകനുണ്ടാവുമെന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്കിരസ് മഹർഷി ഭംഗിയായിട്ടാ പറഞ്ഞത്, ഹർഷശോക പ്രദസ്തുഭ്യം ഇത് ബ്രഹ്മസുതോയയോ എന്നാണ്. ഞാൻ അങ്ങക്കിതാ ഒരു മകനെ നൽകുകയാണ്. എങ്ങനെയുള്ള മകനെ? ഹർഷശോക പ്രദനായിട്ടുള്ള മകനെ. ഹർഷപ്രദനായ മകനെ എന്നല്ല, അങ്ങക്ക് സന്തോഷം നൽകുന്ന മകനെ നൽകുന്നു എന്നല്ല, സന്തോഷവും സന്താപവും ഒരുപോലെ നൽകുന്ന ഒരു മകനെ ഞാൻ അങ്ങക്ക് നൽകുകയാണെന്നാണ്. ഇത് മകനിൽ മാത്രമല്ല, ലോകത്തിലുള്ള ഏതൊരു വിഷയത്തിന്റെയും സ്വഭാവമാണിത്. സുഖം മാത്രമായിട്ടോ ദുഃഖം മാത്രമായിട്ടോ ലോകത്തിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ലോകത്തിന്റെ സ്വഭാവം ഇതാണെന്ന് ഇദ്ദേഹത്തിന് ബോധ്യമാവണം. ഇപ്പൊ മക്കളില്ലാത്തതാണ് ദുഃഖത്തിന് കാരണം, മക്കൾ ഉണ്ടായ സുഖം ഉണ്ടാവും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഇദ്ദേഹത്തെ ലോക സ്വഭാവത്തെ ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങക്കൊരു മകൻ ഉണ്ടാവും, അത് സന്താപവും സങ്കടവും ഒരുപോലെ തരുന്നവനാവും എന്ന് പറഞ്ഞു പോയി എന്നാണ്. നിൽക്കട്ടെ, പായസം കിട്ടി. പായസം ഭാര്യയ്ക്ക് കൊടുക്കണം. നിരവധി ഭാര്യമാരുണ്ട്. അതിലെ മൂത്ത ഭാര്യയായ കൃതദ്യുതിക്ക് പായസം കൊടുത്തു. കൃതദ്യുതി അത് കഴിച്ചു, ഗർഭിണിയായി. ആ ഗർഭം ഇങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് രാജാവിന് ഈ കൃതദ്യുതിയിലുള്ള പ്രീതി കൂടിക്കൂടി വന്നു എന്നാണ്. അപ്പൊ കൃതദ്യുതിയിലുള്ള സ്നേഹം കൂടിക്കൂടി വരുന്നതിനനുസരിച്ചിട്ട് മറ്റു ഭാര്യമാരുണ്ടല്ലോ, അവരിലുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വന്നു. മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഒരു സ്ത്രീക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭർത്താവിൽ നിന്നുള്ള അവഗണന എന്ന് പറഞ്ഞാൽ. അത് ഈ സപത്നി, അതിപ്പം ഇന്നിപ്പം നമുക്കത് അറിയാൻ കഴിയില്ല. ഒരു 3-4 ഭാര്യമാരുണ്ടാവുക, അതിൽ തന്നെ ഭർത്താവ് ലവലേശം പരിഗണിക്കാതിരിക്കുക, മറ്റേയാളെ പരിഗണിക്കുകയും ചെയ്യുക. അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസമാണ്. ഇവിടെ എന്തുണ്ടായി? കൃതദ്യുതി പ്രസവിച്ചു, നല്ലൊരു ആൺകുട്ടി. അതോടുകൂടി രാജാവ് തീർത്തും അങ്ങ് ഉപേക്ഷിച്ച പോലെയായി ഈ ഭാര്യമാരെ. വഴിയിൽ കണ്ടാൽ പേരൊക്കെ ചോദിച്ചു തുടങ്ങിയെന്നാണ്. അത്ര അറിയാത്ത രീതിയിലായി. വല്ലാത്ത വിഷമായി. ഭാര്യമാരിൽ ആദ്യം ഒരു വിഷമം ഉണ്ടായത്, ആ വിഷമം കൂടി അത് വല്ലാത്തൊരു തരം എന്താ പറയുക, വിദ്വേഷോ ബലവാനഭൂന്ന, വല്ലാത്ത വിദ്വേഷം ഉണ്ടായി. അത് ബലവാനായി, അത് അസൂയയായിട്ട് മാറി. അസൂയയ്ക്ക് പിന്നെയും ശക്തി കൂടി. അസൂയന്റെ സ്വഭാവം എന്താ? തനിക്കില്ലാത്തത് മറ്റൊരാളിൽ കാണുമ്പോഴാണ് അസൂയ ഉണ്ടാവുക. ഈ അസൂയ എങ്ങനെയാ പ്രവർത്തിക്കുക?
ആ തനിക്കില്ലാത്ത അയാളിലുള്ളത് തന്നിലേക്ക് കൊണ്ടുവരാനല്ല അസൂയ ശ്രമിക്കുക, അയാളിലുള്ളതും കൂടി ഇല്ലാതെയാവാനാ. അപ്പൊ നമുക്ക് സന്തോഷമായി. എനിക്കും കാറില്ല, അടുത്ത വീട്ടിലുള്ള ആൾക്കും കാറില്ല, ഒരു വിഷമവുമില്ല. അയാൾ കാറ് വാങ്ങി ഭാര്യയും കൂട്ടി കേമായിട്ട് വൈകുന്നേരം പോകുന്നത് കാണുമ്പം വിഷമായി. ഇനിയിപ്പോ എന്തേ വേണ്ടു? അങ്ങനെ പോകുന്ന വഴിക്ക് കാർ എവിടെയോ മുട്ടി നാശമായി എന്ന് കേട്ടാ സന്തോഷമായി. കാറ് എനിക്ക് കിട്ടുമൊന്നും വേണ്ട. അപ്പൊ അസൂയയുടെ ഒരു സ്വഭാവം, ഒരു നശീകൃത സ്വഭാവം ഈ അസൂയക്കുണ്ട്, നശീകരണ സ്വഭാവം. ആ അവസ്ഥയിലെത്തി. ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഇവരെല്ലാവരും കൂടി ഇന്നിപ്പം ഞങ്ങൾക്ക് സ്വീകാര്യത കിട്ടാത്തതിന് കാരണം, അവൾക്ക് സ്വീകാര്യത കിട്ടുന്നതിന് കാരണം ഈ കുട്ടിയാണ്. ഈ കുട്ടി അങ്ങ് ഇല്ലാതെയായാൽ മതി തീരുമാനിച്ചു. വളർത്തമ്മ അങ്ങനെയൊക്കെ ഉണ്ട് കൊട്ടാരത്തിലും. ഈ രാജ്ഞി വളർത്താൻ വേണ്ടി വേറൊരു സ്ത്രീയെ ഏൽപ്പിക്കുക ചെയ്യുക. അപ്പൊ ധാത്രി എന്നാ പറയുക. ഈ ധാത്രി പാല് കൊടുത്ത് കിടത്തിയ കുട്ടിയുടെ അരികിൽ ആരുമില്ലാത്ത സമയം നോക്കി ഈ ഭാര്യമാര് ചെന്ന് കുട്ടിയുടെ വായ തുറന്ന് വിഷം ഒഴിച്ചു കൊടുത്തു എന്നാണ്. ആലോചിച്ച് നോക്കൂ, അവരൊക്കെ സ്ത്രീകളാണ്. മാത്രമല്ല പ്രസവിക്കാത്ത സ്ത്രീകളാണ്, ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. എന്നിട്ട് പോലും അസൂയ എത്ര കണ്ട് അവരെ ബാധിച്ചു നോക്കൂ. ഒരു കുട്ടികളില്ലാതെ കുട്ടികളുണ്ടാവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളായിട്ട് പോലും ഈ അസൂയ അവരുടെ ബുദ്ധിയെ മരവിപ്പിച്ചു എന്നാണ്. അങ്ങനെതാ ഈ കുട്ടി മരിച്ചു. അമ്മ വിവരം അറിഞ്ഞു. അമ്മ ഉറക്കെ കരഞ്ഞു തുടങ്ങി. രാജാവ് വിവരം അറിഞ്ഞു. ഒന്നും പറയണ്ട, ബോധം കെട്ട് വീണു. പിന്നെയും കരയുന്നു, പിന്നെയും ബോധം കെട്ട് വീഴുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും വിവരം അറിഞ്ഞു. രാജാവിന്റെ മകൻ മരിച്ചു എന്ന് അറിഞ്ഞതോടുകൂടി എല്ലാവരും കരഞ്ഞു തുടങ്ങി. ഈ ഭാര്യമാരെ വക ഗംഭീര കരച്ചിലുണ്ടായി. വിഷം കൊടുത്ത ഭാര്യമാരെ വക ഗംഭീര കരച്ചിലുണ്ടായി എന്നാണ്. പിന്നെ വന്നവരൊക്കെ കരയുന്നുണ്ട്. പൊതുവെ അങ്ങനെയാണല്ലോ. പണ്ടൊരു നാടുവാഴിയുടെ ഭാര്യ കിണറ്റിൽ വീണു എന്നാണ്. അപ്പൊ കിണറ്റിൽ വീണ സമയത്ത് അവിടേക്ക് ഓടി വരുന്നവരൊക്കെ കിണറ്റിലേക്ക് എടുത്ത് ചാടുക. അവസാനം കിണർ നിറഞ്ഞു ആൾക്കാരെ കൊണ്ട്. കാരണം നാടുവാഴിക്ക് അലോഗ്യാവേ ചാടിയില്ല വെച്ചാല്. അവസാനം വന്ന ഒരാൾക്ക് ചാടാൻ കിണറിൽ സ്ഥലമില്ല. ഇയാൾ അടുത്ത കിണറ്റ് പോയി ചാടിയുന്നത്, തൊട്ട പറമ്പിൽ അപ്പുറത്തുള്ള കിണറ്റില്. ഈ പറഞ്ഞതുപോലെയാ, രാജാവ് കരയുന്ന സമയത്ത് ഞാനും കൂടെ കരയണ്ടേ. എല്ലാവരും കരഞ്ഞു തുടങ്ങി. ഭാര്യമാരുടെ ഒക്കെ ഗംഭീരമായ കരച്ചില്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ആര് വന്നു? ഈ അങ്കിരസ മഹർഷിയും നാരദ മഹർഷിയും വന്നു എന്നാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാജാവിന്റെ അരികെ ചെന്ന് അങ്കിരസ മഹർഷി പറഞ്ഞു തുടങ്ങി, അല്ലയോ രാജാവേ, അങ്ങ് എന്തിനായി കരയുന്നത്? അങ്ങയുടെ കരച്ചിലിന്, അങ്ങയുടെ ദുഃഖത്തിന് നിലനിൽപ്പില്ല. നോക്കണേ, ഇത് ഇവിടെ മാത്രമുള്ള ഉപദേശമല്ല, ഭാരതീയ ഉപദേശങ്ങളുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണ്. നീ ദുഃഖിക്കേണ്ട നല്ല ആചാര്യം നമുക്ക് പറഞ്ഞു തരിക, മറിച്ച് നിന്റെ ദുഃഖത്തിന് നിലനിൽപ്പില്ല എന്നാണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പ്രത്യക്ഷത്തിൽ ഒന്നാണെന്ന് തോന്നുമെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. നീ ദുഃഖിക്കേണ്ട എന്ന് പറയുമ്പം ആ പറച്ചിൽ ദുഃഖം എന്ന് പറഞ്ഞൊരു അവസ്ഥയ്ക്ക് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഒരു നിലനിൽപ്പ് കൽപ്പിക്കുന്നുണ്ട്, ഒരു അസ്തിത്വം കൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ദുഃഖത്താൽ, ദുഃഖം എന്ന് പറഞ്ഞ ഒന്നുണ്ട്, ആ ദുഃഖത്താൽ നീ ബാധിക്കപ്പെടേണ്ട എന്നാണ്. എന്നാൽ ഇപ്പൊ ഗീതയിലേക്ക് നോക്കിയാലോ, അതെ, ദുഃഖിക്കേണ്ട എന്നല്ല, നിന്റെ ദുഃഖത്തിന് നിലനിൽപ്പില്ല. അശോചിയാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ, നീ ശോചിക്കേണ്ടാത്തവരെ കുറിച്ച് ശോചിക്കുന്നു. നിന്റെ ദുഃഖത്തിന് കാരണം എന്തൊന്നാണോ അത് ദുഃഖത്തിന് കാരണമല്ല. അങ്ങനെയാ നോക്കൂ, ആ സാഖ്യയോഗത്തിൽ അല്ലെങ്കിൽ ഉപദേശഭാഗം തുടങ്ങുന്നതിന് എങ്ങനെയാ ഗീതയില്? ശോചിക്കേണ്ടാത്തവരെ കുറിച്ചിട്ട് നീ ശോചിക്കുന്നു. നിന്റെ ദുഃഖത്തിന് നിലനിൽപ്പേയില്ല. കാരണം നിന്റെ ദുഃഖം ഈ പ്രപഞ്ചത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല, അപ്പം ദുഃഖത്തിനും നിലനിൽപ്പില്ല. ദുഃഖം മുഴുവൻ ആലോചിച്ച് നോക്കൂ. ദുഃഖം, സുഖം നിലനിൽപ്പിനെ ആശ്രയിക്കുന്നത് പ്രപഞ്ചത്തെയാണ്. ഈ സുഖത്തെ, ദുഃഖത്തെ ഉണ്ടാക്കുന്നതോ അഭിമാനം, അഹങ്കാരമാണ്. ഇതൊന്നും ഒരു വിചാരതലത്തിൽ ഇതൊന്നും ഇല്ലാത്തതാണ്. ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്? എനിക്ക് അനുകൂലമായതിന് നാശം സംഭവിക്കുന്നു എന്ന് തോന്നുമ്പം, അനുകൂലമാണ് എന്നൊരു സങ്കല്പം, നശിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം, അതാ ദുഃഖം ഉണ്ടാക്കുന്നതേ. ഇത് രണ്ടും സത്യമല്ല. എന്റെ ഞാൻ എന്നുള്ള അഭിമാനം, ഈ പ്രപഞ്ചം സത്യമാണെന്നുള്ള തെറ്റിദ്ധാരണ, അപ്പോഴേ ദുഃഖത്തിന് നിലനിൽപ്പുള്ളൂ. ആലോചിച്ച് നോക്കുക. ഞാനിപ്പോ ഇവിടുന്ന് താഴത്തേക്ക് അങ്ങ് വീണു എന്ന് കരുതുക. നിങ്ങൾക്ക് ചെറിയ വിഷമമൊക്കെ ചിലപ്പോൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ ഏതെങ്കിലും ശത്രുക്കൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, സന്തോഷമാവും. കുറെ നേരമായി ഈ വലിയ സിംഹാസനത്തിൽ കയറിയിട്ട് ഇങ്ങനെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നേ. സ്വഭാവം പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ കാണുക. ഇതിന്റെ മുകളിൽ പറ്റെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് വീഴണം എന്ന് പറയും. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഒരു ബന്ധു, ഇഷ്ടപ്പെട്ട എന്റെ ബന്ധു എന്ന് പറയുമ്പം എന്നിൽ നിന്നും അത്രയ്ക്ക് ഒരു ഗുണം അയാൾക്ക് ഉണ്ടാവും. അപ്പോഴാണല്ലോ ഇഷ്ടം കൂടുക. ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾക്ക് വിഷമാവും. നോക്കൂ, ഒരൊറ്റ സംഭവം
അവിടെ ചിലവർക്ക് ദുഃഖം, ചിലവർക്ക് സുഖം, ചിലവർക്ക് രണ്ടുമില്ലാത്തൊരു ഉദാസീന ഭാവം. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്റെ എന്നുള്ള അഭിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുണ്ടെങ്കിലല്ലേ സുഖമുള്ളൂ, ദുഃഖമുള്ളൂ. തെങ്ങ് ഇടിവെട്ടിപ്പോയി കേട്ടാ ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. അതെ, നിങ്ങളെ തെങ്ങാ ഇടിവെട്ടി പോയത്, വിഷമായി, സങ്കടമായി. ഇതിപ്പോ എവിടുന്നേ വന്നു? തെങ്ങിൽ നിന്നാ വന്നത്? അല്ല. പിന്നെയോ ഈ എന്റെ തെങ്ങ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. എന്റെ തെങ്ങ് അല്ലാത്തതുകൊണ്ടാ ഞാൻ അറിയാതെ അത് ഇടിവെട്ടി പോയത്. എന്റെ തെങ്ങാണെച്ചാൽ ഞാൻ അറിയണം, എന്നോട് ചോദിച്ചിട്ട് അത് നശിക്കാൻ പാടുള്ളൂ. ഇവിടെ എന്റേതെന്ന് പറയുന്നത് ഒന്നും എന്റേതല്ല. ഒന്ന് വിശാലമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളത്. വലിയ ഉപനിഷത്ത് പഠിക്കൊന്നും വേണ്ട. എന്റെ പശുവിനെ കള്ളം തട്ടിക്കൊണ്ടുപോയി എനിക്കാ വിഷമം, പശുവിനല്ല. അപ്പൊ പശുവിന്റെ ഞാനാണോ എന്റെ പശുവാണോ? ആലോചിച്ച് നോക്കൂ. ശരിക്കും എന്റേതായി എനിക്ക് കർത്തൃത്വമുള്ള, എനിക്ക് നിയന്ത്രണമുള്ള ഒന്നും ഇവിടെ ഇല്ല. ഒന്നിനും എനിക്കൊരു നിയന്ത്രണവും കർത്തൃത്വം ഇല്ല. അതിൽ എന്റെ എന്നുള്ള ബുദ്ധി വെച്ച് നമ്മൾ അതുമായിട്ട് നമ്മളെങ്ങ് കെട്ടി മുറുക്കിയിട്ടിരിക്കുക. എന്നിട്ട് സങ്കടപ്പെടുക. അത് എന്റെ ഭാര്യയായി പോയാലോ എനിക്ക് സങ്കടം, എന്റെ ഭാര്യ അല്ല, ഡൈവോഴ്സ് ചെയ്താലോ ഒരു വിഷമവുമില്ല. അങ്ങനത്തെ ഉണ്ടല്ലോ. ഇപ്പം ഭാര്യ ആദ്യം കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല സ്നേഹമുള്ള സമയത്ത് ഭാര്യയ്ക്ക് ഒരു തലവേദന വന്നാൽ തന്നെ സങ്കടം. ഇനി തമ്മിൽ അടിച്ചു പിരിഞ്ഞ് ഡൈവോഴ്സായി അവള് വേറെ താമസിക്കുകയാണെന്ന് വെച്ചാൽ തലവേദന വന്നു എന്ന് അറിഞ്ഞാൽ സന്തോഷം. ആലോചിച്ച് നോക്കുക. സങ്കല്പമാണ് ഇവിടെ എല്ലാ അനുഭവത്തെയും ഉണ്ടാക്കുന്നത്. എല്ലാ അനുഭവത്തെയും, സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ. അപ്പൊ എങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്നോ, ഏത് വീക്ഷണത്തിൽ ജീവിക്കുന്നോ അതിനനുസരിച്ചിട്ട് അനുഭവം ഉണ്ടാവുക. അപ്പൊ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല സുഖിക്കാൻ. വേറെ ഒന്നിന്റെ സഹായം നമുക്ക് വേണ്ട ഇവിടെ ആനന്ദിക്കാൻ. നമ്മുടെ മനസ്സ്, ആ മനസ്സിലുള്ള ശരിയായ ചിന്ത, ആ ചിന്തയാണ് ഈ ആധ്യാത്മികത. അല്ലാതെ ഏതെങ്കിലും ഒരു സ്വർഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നതമായ ലോകമോ ഭാഗവതം അങ്ങ് കേട്ട് അവസാനം ഒരു വിമാനം വന്ന് അങ്ങ് പോവാന്നോ, അങ്ങനെ അതൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ലേ. അങ്ങനെ ഒരു വാഗ്ദാനവും ആധ്യാത്മികത നൽകുന്നില്ല. മറിച്ച് ഈ രീതിയിൽ നിങ്ങൾക്ക് ആരോഗ്യപ്രദമായി ചിന്തിക്കാം, ഈ രീതിയിൽ നിങ്ങൾക്ക് ധീരമായി ജീവിതം മുന്നോട്ടേക്ക് നയിക്കാം. ആ ഉറപ്പ്, ആ ഉറച്ച ബുദ്ധി ആധ്യാത്മികത നമുക്ക് നൽകുന്ന അർത്ഥം. നമ്മൾ ദുഃഖിക്കില്ല, പുറമെ എന്ത് സംഭവിച്ചോട്ടെ നമ്മളെത് ബാധിക്കുന്നില്ല എന്ന രീതിയിൽ ഉറച്ചു നിൽക്കും. അപ്പൊ ഇവിടെ അംഗിരസ മഹർഷി പറഞ്ഞു തുടങ്ങിയത് അതാണ്. കോയം സ്യാൽ തവ രാജേന്ദ്ര ഭവാൻ യമനുശോചതി ത്വം ചാസ്യ കഥമസൃഷ്ടോ പുരേ നാനീമതപരം. അല്ലയോ ചിത്രകേതു, അങ്ങ് ആരെ ചൊല്ലിയ ഈ ദുഃഖിക്കുന്നത്? അങ്ങയുടെ മകൻ. അങ്ങ് അഭിമാനം അത് ശരിക്കും ഒരു കൽപ്പന മാത്ര. എന്റെ മകൻ. നമ്മള് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇപ്പം നടക്കില്ല, പണ്ടൊക്കെ മാറിപ്പോലൊക്കെ ധാരാളം നടക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട്. നഴ്സ് ഇവിടെ വന്നിട്ട് ഗോപാലൻ പേര് വിളിക്കും, ഇത് നിങ്ങളുടെ മകനാണ്. ആ ഒരൊറ്റ വാക്കിന്റെ മുകളിലാ. ഭാര്യയ്ക്ക് പ്രസവിക്കുമ്പോൾ നിശ്ചണ്ടാവില്ല, പിന്നെ നമ്മളത് കാണുന്നുമില്ല. പിന്നെ ഈ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നഴ്സിന്റെ വാക്കിന്റെ മുകളിൽ അഭിമാനം, എന്റെ മകൻ. ഇന്നിപ്പം DNA ടെസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ DNA ടെസ്റ്റ് നോക്കിയിട്ട് തീർത്തും തെളിയിച്ചിട്ടല്ല നമ്മളാരും മക്കളെ സ്നേഹിക്കാറ്. അപ്പൊ അവിടെ ആ സങ്കല്പം ദൃഢമായി, ഇത് എന്റെ മകൻ. എന്താ ഉറപ്പുള്ളൂ? മാറിപ്പോയിട്ടുണ്ടെങ്കിലോ? പിന്നെ കുറെ കാലം കഴിഞ്ഞ് മാറിപ്പോയി എന്നറിയാം, പോയി, സ്നേഹമൊക്കെ പോയി. അപ്പൊ ഈ മകൻ മകൾ എന്നൊക്കെ അഭിമാനിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. ഇതൊക്കെ എവിടുന്ന് വന്നു നമുക്ക് നിശ്ചയില്ല. ഇതൊക്കെ എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് അറിയില്ല. അവ്യക്ത ആദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാനി ഏവ. അതല്ല ഇതിന്റെയൊക്കെ സ്വഭാവം. എവിടുന്നോ വന്നു, അവ്യക്തത്തിൽ നിന്നാ വന്നത്, എങ്ങോട്ടോ പോണു. ഇപ്പം ഒരു പരിചയമുണ്ട്, തമ്മിലിങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട്. അതും എത്ര സമയം നിശ്ചയില്ല. പറഞ്ഞു, സ്രോതോവേഗേന വാലുകാ യഥാ പ്രയാന്തി സംയാന്തി സ്രോതോവേഗേന വാലുകാഹ സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിന. ഒരു ഒഴുക്കിൽ ഈ മണൽത്തരികളെയൊക്കെ കൂടെ ഒരുമിച്ച് കൂട്ടി ചിലപ്പം വെള്ളം ഒരു മണൽ തിട്ട ഉണ്ടാക്കും. അപ്പൊ ആ മണൽത്തരികളൊക്കെ കൂടെ ഒന്ന് കൂടി നിൽക്കും. അടുത്ത ഒഴുക്കിൽ അതങ്ങ് തട്ടിപ്പരത്തും. അപ്പൊ ഈ മണൽത്തരികൾ തമ്മിലുണ്ടാവുന്ന ആ ഒരു ബന്ധം ഉണ്ടല്ലോ, എത്ര നേരം അതിന് നിലനിൽപ്പുണ്ട്? ഒരു അടുത്ത നിമിഷം അത് ഇല്ലാതെയാവും. ഇനി ആ കൂടിച്ചേരൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കർത്തൃത്വം ഉണ്ടോ? ഇല്ല. അതാ നദിയുടെ ഒഴുക്കിൽ ആ കൂടിച്ചേരൽ സംഭവിച്ചു, അടുത്ത ഒഴുക്കിൽ അത് വിട്ടുപിരിയും ചെയ്യും. നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. എഴുത്തച്ഛൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. നദിയിലും വിറക് കഷ്ണങ്ങൾ ഇങ്ങനെ ഒഴുകി വരും, ചിലപ്പോൾ അത് കൂടിച്ചേർന്ന് ഒഴുകും, ചിലപ്പോൾ അത് വിട്ടുപിരിഞ്ഞൊഴുകും. അത്രയുള്ളൂ ഈ ബന്ധങ്ങളൊക്കെ. ഭാര്യയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, ഇനി എന്താണെങ്കിലും ശരി. ഇതങ്ങ് ഉറപ്പിച്ചോളൂ, എത്ര സമാധാനം ഉണ്ടാവും എന്നറിയോ? എത്ര സമാധാനം ഉണ്ടാവും. ഇതിനൊന്നും
ചിന്ത വന്നാൽ മതി, അതിനനുസരിച്ചിട്ട് വിചാരം ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് ഈ ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരും. വലിയ അത്യധ്വാനൊന്നും വേണ്ട. ഒരു യാത്ര പുറപ്പെട്ട സമയത്ത്, ഇന്നൊക്കെയാണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ട്രെയിൻ യാത്ര ചെയ്യുമ്പം കമ്പാർട്ട്മെന്റിലേക്ക് എത്രയോ ആൾക്കാർ കയറി വരാറുണ്ട്. നല്ലൊരു ബന്ധം അവരുമായിട്ടുണ്ടാവാറുണ്ട്. അവരടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ കരയാറില്ല. എന്തുകൊണ്ട് കരയുന്നില്ല? നമുക്ക് കയറി വരുമ്പോഴേ അറിയാം അവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്നുള്ളത്. ഈ ഒരു ബന്ധം സ്ഥിരമല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ബന്ധം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നാളെ ഇല്ലാതെയാവുന്ന സമയത്ത് നമുക്ക് വിഷമമില്ല. മറ്റത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നശിക്കുമ്പോൾ മരിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവാൻ കാരണം എന്താ? അവരുമായിട്ടുള്ള ബന്ധം, അതിന്റെ സ്വഭാവം നമ്മൾ ചിന്തിച്ചറിയുന്നില്ല. അത് എന്നും ഉള്ളതാണ്, എപ്പോഴും ഉള്ളതാണ്, അങ്ങ് ഉറപ്പിക്കുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് ഒരു അസുഖം വന്നു. ആ അസുഖം മാരകമായി വന്ന് അവസാനം അയാൾ മരിച്ചു. ഒരു സംഭവം. ഇനി അതിന് വേറൊരു വേഷം എടുക്കുക. ഇയാളെ അസുഖം നമ്മൾ അറിയുന്നേ ഇല്ല. ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു, നാളെ രാവിലെ അയാൾ മരിച്ചു എന്നങ്ങ് അറിയുക. ഈ രണ്ടവസ്ഥയിലും ഉണ്ടാവുന്ന ദുഃഖത്തിന്റെ ഉള്ള വ്യത്യാസം ആലോചിച്ച് നോക്കൂ. ആദ്യം പറഞ്ഞ അവസ്ഥയിൽ വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഏകദേശം ആ നാശവുമായി പൊരുത്തപ്പെട്ടു. അങ്ങനെ ഒരു നാശം നാളെ സംഭവിക്കുന്നു ഉറപ്പിച്ചു. അപ്പൊ നാളെ അത് ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് വിഷമമില്ല, നാളെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വിഷമമില്ല. എന്നാൽ ഇത് പെട്ടെന്നങ്ങ് മരിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. പ്രതീക്ഷിക്കാതെ നാളെ അങ്ങ് കാണാതെയാവുന്ന സമയത്തോ നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. ഈ പ്രതീക്ഷിക്കാതെ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കണ്ടേ? ലോകത്തിന്റെ സ്വഭാവം അതല്ലേ. ഇങ്ങോട്ട് വന്നത് നമ്മളോട് ചോദിച്ചിട്ടോ നമ്മളോട് പറഞ്ഞിട്ടോ നമ്മുടെ സമയം നോക്കിയിട്ടോ അല്ല എന്നതുകൊണ്ട് തന്നെ പോകുമ്പം ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇതൊക്കെ എത്ര പറഞ്ഞാലും ഭഗവാന്റെ മായയുടെ ശക്തി അതാ. നമുക്കും നമ്മളുമായി നേരിട്ട് ബന്ധപ്പെട്ടവർക്കും നാശം ഉണ്ടാവും എന്നങ്ങ് ഉറപ്പ് വരില്ല നമുക്ക്. മറ്റതൊക്കെ ഈ നാശം, നഷ്ടം, ഇതൊക്കെ മറ്റുള്ളവനെ ബാധിക്കുന്നത് മാത്രം, എന്നത് ബാധിക്കില്ല എന്നൊരു തരം ഒരു അമിത ആത്മവിശ്വാസം എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഈ തകർച്ച ഉണ്ടാവുന്നത്. അങ്ങനെ ഇങ്ങ് സംഭവിക്കുമ്പോൾ തകർന്നു പോവുകയാണ്. അപ്പൊ ആദ്യേ ഭാര്യ ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കല്യാണം കഴിച്ച് ഭാര്യയായി കയ്യും പിടിച്ചങ്ങ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പം ഉറപ്പിക്കുക, നാളെ ഇവള് പോവും. മക്കളുണ്ടായി, ചെറിയ കുട്ടിയെ കയ്യിൽ പിടിച്ച് താലോലിക്കുമ്പം തന്നെ വിപരീതം ചിന്തിച്ചോളുക. എന്റെ മകൻ, എന്റെ കുട്ടി നാളെ മരിക്കാം, നാളെ എനിക്കിത് നഷ്ടപ്പെടാം. ഇപ്പൊ ലോകത്തിലുള്ള ഒന്നും അനുഭവിക്കണ്ട എന്ന് പറയുന്നില്ല. വേദാന്തം എന്നൊക്കെ കേട്ടാൽ തന്നെ ആൾക്കാർക്ക് പേടിയാ. കാരണം ഇതൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാനുള്ള എന്തോ ആണെന്ന് അങ്ങ് ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും എല്ലാവരോടും കാട്ടിൽ പോകാൻ ആചാര്യം പറഞ്ഞിട്ടില്ല. പോകേണ്ടവരോട് മാത്രമേ പോകേണ്ട സമയത്ത് പോകാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി എല്ലാവരും കൂടി കാട്ടിലേക്ക് അങ്ങ് പോയാലും അപകടമാവും. സംശയമൊന്നുമില്ല. എന്താ ഇത് പറഞ്ഞത്? ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. വസ്തുവിനെ ഉപേക്ഷിക്കലല്ല. വസ്തുവിനെ ഉപേക്ഷിക്കൽ എളുപ്പമാണ്. വസ്തു ഉപേക്ഷിക്കപ്പെട്ടിട്ടും യഥാർത്ഥത്തിൽ വസ്തു ഉപേക്ഷിക്കപ്പെടാത്തതാണ് ഇവിടെ വിയോഗം കൊണ്ടുണ്ടാവുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഇല്ലേ? വസ്തു ഉപേക്ഷിക്കപ്പെട്ടിട്ടും മനസ്സാ അത് ഉപേക്ഷിക്കപ്പെടാത്തതാണ് ദുഃഖത്തിന് കാരണം. ഭാര്യ മരിച്ചു, അല്ലെ ഭർത്താവ് മരിച്ചു, ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാ? മരിച്ചു നമുക്കറിയാം, വിട്ടുപോയി നമുക്കറിയാം. അതോ മനസ്സുകൊണ്ട് അങ്ങ് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പം പിന്നെയും അതിനെ പറ്റിയുള്ള സങ്കല്പം ഉണ്ടാവുന്നു, നമ്മൾ ദുഃഖിക്കുന്നു. ഭാര്യ അങ്ങ് പോയി, അതോടുകൂടി ഭാര്യയിലുള്ള ആ മമത അങ്ങ് പോയാലോ ഒരു വിഷമവുമില്ല. അത് പോയി, ഇനിയിപ്പോ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? അത് പോണെങ്കിൽ ഇത് പെട്ടെന്ന് നടക്കുന്നതല്ല. എപ്പോഴും ഈ ചിന്ത വേണം. ഈ ലോകത്തിൽ നിൽക്കുമ്പോഴും ഈ ലോക വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഇതിന്റെയൊക്കെ സ്വഭാവം വ്യക്തമായി വിചാരം ചെയ്തുകൊണ്ട് നിൽക്കുക. എല്ലാത്തിന്റെയും നാശം പ്രതീക്ഷിച്ചോളുക, വിപരീതം പ്രതീക്ഷിച്ചോളുക. അനുകൂലം മാത്രം പ്രതീക്ഷിക്കുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാവുക. ദുഃഖം, വിപരീതമായിട്ടുള്ള അവസ്ഥയും ചിന്തിക്കുക. അപ്പൊ അതിനെ എന്തു വരുമ്പോഴും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? സ്രോതോവേഗേന വാലുക സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിനഃ. കാലസ്വരൂപിയായ ഭഗവാൻ ഇവിടെ പലത് ചേർക്കുന്നു, വിട്ടുപിരിക്കുന്നു, പിന്നെയും ചേർക്കുന്നു. ഈ ചെറിയ കുട്ടികളെ കളിപ്പാട്ടങ്ങളുമായി കളിക്കുമ്പം ചിലപ്പോൾ ആ കളിപ്പാട്ടങ്ങളൊക്കെ കൂടെ കൂട്ടി വെച്ചിട്ട് കളിക്കും. കുറച്ച് കഴിഞ്ഞ് കളി അങ്ങ് എടുത്താൽ ദേഷ്യം പിടിച്ചിട്ട് കളിപ്പാട്ടമൊക്കെ തട്ടി അങ്ങ് തെറിപ്പിക്കും. ഈ കളിപ്പാട്ടത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കർത്തൃത്വം ഉണ്ടോ? ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുട്ടി തട്ടുമ്പം പോവാനും കുട്ടി ചേർക്കുമ്പം ചേരാനും മാത്രമേ കളിപ്പാട്ടങ്ങൾക്ക് കഴിയുള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ അവസ്ഥ. ആ കളിക്കാരനായ സാക്ഷാൽ ഭഗവാൻ ഇതേപോലെ നമ്മളെ പലതിനെയും ചേർക്കുന്നു, പലതിനെയും വേർപെടുത്തുന്നു, പലതിനെയും ചേർക്കുന്നു. ഇത് അനുസ്യൂതം സംഭവിക്കുന്നു. ഇതാണ് ലോക സ്വഭാവം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
എത്രയോ സമാധാനം ഉണ്ടാവും, എത്രയോ സ്വസ്ഥത ഉണ്ടാവും, സത്യസാക്ഷാത്കാരം, അതൊക്കെ വേണം നമുക്ക്. അതിലേക്ക് നമ്മൾ പടിപടിയായി ഉയർന്നു വരും. നിസ്സംഗത നമ്മളിൽ ഉണ്ടായി വരും എന്നർത്ഥം. ഇനി ദുഃഖം ഇല്ലാതെയാവാൻ, സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ, വേറെ ഒന്നും ഒരു വഴിയില്ല. ദീർഘ സംസാര രോഗസ്യ വിചാരോഹി മഹൌഷധം. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമന് ഉപദേശിച്ചു കൊടുക്കുന്നതാ. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിനും ഒറ്റ ഔഷധേ ഉള്ളൂ. എന്താ അത്? വിചാരം ആണ്, ചിന്തയാണ്. അപ്പൊ വിചാരം ചെയ്യാം. വിചാരം ചെയ്താൽ വിവേകം ഉണ്ടാവും. ഇവിടെ ലോകത്തിന്റെ സ്വഭാവം അനിത്യം ആണ്, നിത്യം ഭഗവാനാണെന്നുള്ള വിവേകം ഉണ്ടാവും. ആ വിവേകത്തോടു കൂടി തന്നെ ഇതൊക്കെ അനിത്യമാണെങ്കിൽ ഇതിലൊന്നും ഭ്രമിക്കുന്നതിന് അർത്ഥമില്ല. അപ്പൊ ഇതിൽ നിന്നും മനസ്സ് വേർപെടും, വൈരാഗ്യം വന്നോളും. നിത്യമായിട്ടുള്ളത് ഭഗവാനാണെന്ന് അറിയുമ്പോൾ ആ നിത്യത്തെ സാക്ഷാത്കരിക്കുവാനുള്ള അഭിവാഞ്ച ഉണ്ടാവും, അത് ദൃഢമാവും. അപ്പൊ മുമുക്ഷുത്വം വന്നോളും. ഈ ജന്മം കിട്ടിയതിന്റെ ലക്ഷ്യത്തെ, ഈ കാണുന്നതിന്റെ മുഴുവൻ സത്യത്തെ അനുഭവിക്കുക എന്നുള്ള ലക്ഷ്യത്തെ ഈ വിചാരം വഴി പ്രാപിക്കാൻ നമുക്ക് കഴിയും. അതാണ് ഇവിടെ ചിത്രകേതുവിന് ഉപദേശിച്ചു കൊടുത്തത്. ദേഹദേഹി വിഭാഗോയം അവിവേക കൃതപുര ജാതിവ്യക്തി വിഭാഗോയം യഥാ വസ്തുനി കൽപ്പിത. ഇവിടെ ദേഹം, ദേഹി, ഇനി എന്തൊക്കെ ഭേദങ്ങളുണ്ടോ, ജാതി, വ്യക്തി, ഇതൊക്കെ കൽപ്പിക്കപ്പെടുന്നതാണ്. ഇതൊക്കെ നമ്മുടെ കൽപ്പനകളാണ്. ഇത് പശുവാണ്, ഇത് പൂച്ചയാണ്, മനുഷ്യൻ കൽപ്പിക്കുകയാണിത്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇത് പശുവാണ്. ഇനി ഒരു പൂച്ചയോട് ചോദിച്ചു നോക്കും അത് പശുവാണെന്ന്, ആണോന്ന്. പൂച്ച ഇതിനെ പശുവായിട്ടായിരിക്കും അറിയുക? പറയാൻ പറ്റില്ല. ചിന്തിക്കാം, മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ലോകം മനുഷ്യനാൽ ആപേക്ഷികമാണ്. ശാസ്ത്രം തന്നെ പറയുന്നതാണത്. വി ആർ ലിവിങ് ഇൻ എ മാൻ സൈസ്ഡ് വേൾഡ്. നമ്മൾ താമസിക്കുന്നത് ഒരു മാൻ സൈസ്ഡ് വേൾഡിലാണ്. മനുഷ്യൻ ഉണ്ടാക്കിയ, മനുഷ്യനെ പാകപ്പെടുത്തിയ ഒരു ലോകത്തിലാണ്. എങ്ങനെ ജീവിക്കുന്നു? വിത്ത് എ മാൻ സൈസസ് ടൈം ആൻഡ് എ മാൻ സൈസ്ഡ് സ്പേസ്. സമയം, കാലം, ഇതൊക്കെ മാൻ സൈസ്ഡ് ആണ്. നമ്മൾ നമ്മളെ പ്രമാണമാക്കി വെച്ചാണ് അറിവിനെ പ്രാപിക്കുന്നത്. അറിവ് അറിയുന്ന ആൾ പ്രമാതാവ് എന്നാ പറയുക. ആ അറിവിനെ അയാൾ ആധാരമാക്കി എടുക്കുന്നതിന് പ്രമാണം എന്ന് പറയും. അറിയപ്പെടുമ്പോൾ അത് അറിയപ്പെടുന്നത് എന്തോ അത് അറിയപ്പെടുന്ന സമയത്ത് പ്രമേയം എന്ന് പറയാം. അപ്പൊ പ്രമാണം എപ്പോഴും നമ്മളെ തന്നെ എടുക്കുന്നത്, മനുഷ്യനെ എടുത്തോണ്ട്. അതല്ലേ നമ്മൾ മനുഷ്യമാണ്, മനുഷ്യജന്മം ഉത്കൃഷ്ടമാണ്. ഇതിപ്പോ ഒരു പന്നിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പന്നി അതന്നെയാ പറയുക, പന്നിയുടെ ജന്മാണ് ശ്രേഷ്ഠം എന്ന് പറയും. ലോകത്തിലൊന്നും ശ്രേഷ്ഠമായോ നികൃഷ്ടമായോ ഇല്ല. അപ്പം ജാതിവ്യക്തി വിഭാഗോയം പറഞ്ഞു വന്നത് എന്താ? ഈ ജാതി അങ്ങനെ അതുപോലും കൽപ്പനയാണെന്നർത്ഥം, കൽപ്പിതമാണെന്നർത്ഥം. ആത്യന്തികമായി ഇവിടെ ഉള്ളത് ഏകവും രണ്ടില്ലാത്തതുമായ സത്യം മാത്രമാണെന്ന് അറിയൂ. നാമരൂപങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ നിന്നും വിചാരം വഴി ബുദ്ധിയെ വേർപെടുത്തി അസ്തിത്വമായ സത്യമായ ഭഗവാനിലേക്ക് ഉറപ്പിക്കൂ. ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വേണ്ടതുപോലെ കയറിയില്ല. അദ്ദേഹം ചോദിച്ചു, ചെറിയൊരു ആശ്വാസം വന്നു കേട്ടോ. കാരണം ആ സാഹചര്യത്തിൽ നിന്ന് മനസ്സൊന്ന് മാറി. മറ്റേതിപ്പോ എത്രയോ ആൾക്കാർ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് അതൊന്നും കേൾക്കുകയേ ചെയ്തിട്ടില്ല അദ്ദേഹം. പക്ഷെ ഇവിടെ ഈ തത്വചിന്ത അങ്ങ് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ ആക്കം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എത്ര കണ്ട് ദുഃഖമഗ്നനായിട്ട് അദ്ദേഹം നിൽക്കുന്നതെന്ന് അറിയണം. ബോധം കെട്ട് വീഴുകയാണ്. ഇവിടെ എങ്ങനെയാണ് വേദാന്തം ഒരു ഏറ്റവും താഴ്ന്ന തലത്തിൽ ഏറ്റവും ദുഃഖിയായ ഒരാളെ പടിപടിയായിട്ട് ഉയർത്തുന്നതെന്ന് ശാസ്ത്രീയമായിട്ട് കാണിച്ചു തരിക ചിത്രകേതുവിന്റെ കഥ. ആദ്യം ആ ദുഃഖത്തിൽ നിന്ന് ഒരു ശ്രദ്ധ വന്നു ഇങ്ങോട്ടേക്ക്. ഈ ഒരു ഉപദേശം ശ്രദ്ധ മാറി. ചോദിച്ചു, നിങ്ങൾ ആരാണ്? വേറെ ഇതിനെ മുന്നേ ആരോടും ചോദിച്ചിട്ടില്ലേ, നിങ്ങൾ ആരാണ്? അതും കൗയുവാം ജ്ഞാനസമ്പന്നോ, നിങ്ങൾ ജ്ഞാനസമ്പന്നന്മാരാണല്ലോ, നല്ല അറിവുള്ളവരാണല്ലോ. മഹിഷ്ഠൗ ച മഹീയസാം, മഹിഷ്ഠന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്. അവധൂതേന വേഷേണ ഗൂഢാവിഹ സമാഗതോ, തീർച്ചയായിട്ടും നിങ്ങൾ അവധൂത വേഷത്തിൽ സ്വന്തം പ്രഭാവത്തെ, മഹിമയെ ഒളിപ്പിച്ച് സഞ്ചരിക്കുന്നവരാണ്. നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ്. പിന്നെ കുറെ ആൾക്കാരെ ചോദിച്ചു, നാരദനാണോ, ഋഭുവാണോ, അങ്കിരനാണോ, പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ആളാണെന്ന് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇവരൊക്കെ ആണോ ചോദിച്ചു എന്നാണ്. അപ്പം എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും താഴ്ന്ന തലത്തിൽ, ദുഃഖതലത്തിൽ നിൽക്കുമ്പം ഈ ഒരു ഉപനിഷൽ സന്ദേശം, ഈ തത്വചിന്ത ഒരൊറ്റ അടിക്ക് നമ്മളെ അങ്ങ് ഉയർത്തി മുക്തിയിലേക്ക് എത്തിക്കുന്നു വിചാരിക്കരുത്. ഒരു പ്രാവശ്യം അങ്ങ് വേദാന്തം കേട്ടു, ഒരു പ്രാവശ്യം അങ്ങ് ഉപനിഷത്ത് വായിച്ചു, ശരീരബോധമൊക്കെ അങ്ങ് നശിച്ചു, ആത്മാരാമനായി, അങ്ങനെ കരുതരുത്.
പലരും അങ്ങനെയാ, ഇതൊക്കെ പറയുക, അതിങ്ങനെ കേൾക്കുന്നുണ്ട്, എന്നിട്ടും ശരീരത്തിന് വേദനയാവുന്നില്ലേ, കാല് വെച്ച് കുത്തിയ വേദന വരുന്നില്ലേ, ബാലിശമായ ന്യായങ്ങൾ പറയുന്നവരെ കാണാറുണ്ട്. ഒരിക്കലും അത് വേദാന്തം പറയുന്ന ലക്ഷ്യം അത് കുറച്ച് പ്രയാസമുണ്ട്. ക്ഷുരസ്യധാരാ നിശിതാദുരത്യയാ, കഠോപനിഷത്ത് പറയും, എളുപ്പമൊന്നുമല്ല, കുറെ സഞ്ചരിക്കാനുണ്ട്. അപ്പൊ ആദ്യം ഈ ആചാര്യന്മാരിൽ നിന്നും കേൾക്കുന്ന വാചകങ്ങൾ വഴി കാണിച്ചു തരികയാണ്. നമ്മൾ ഈ പോകുന്ന സമയത്ത് ഇങ്ങനെ ബോർഡുകൾ കാണില്ലേ, ഒരു ആരോ മാർക്കും ഉണ്ടാവും, ഇതുള്ള പോയിക്കോളോ, 50 കിലോമീറ്റർ ഗുരുവായൂർ, അല്ലെ 80 കിലോമീറ്റർ കോഴിക്കോട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അതിലൂടെ പോവും. ആ മാർഗനിർദ്ദേശക ബോർഡ് പോവാനൊരു പ്രേരകമാവുകയാണ്. വഴി അറിയാതെ എങ്ങോട്ടേക്ക് പോകണം നിശ്ചയില്ലാതെ അങ്ങനെ നിൽക്കുമ്പം ആ ബോർഡ് കാണുമ്പം ഈ വഴി പോയാൽ മതി, ലക്ഷ്യത്തിലെത്തും. ഈ ബോർഡുകളുടെ സ്ഥാനമാണ് ഉപനിഷത്ത് വാക്യങ്ങൾക്കുള്ളത്, ആചാര്യോപദേശങ്ങൾക്കുള്ളത്. ഇനി സഞ്ചരിക്കേണ്ടതാരാ? സാധകനാണ്. ബോർഡ് കണ്ടിട്ടും ഞാൻ ആ വഴിയല്ല ഈ വഴിയാ പോവാന്ന് പറഞ്ഞപ്പോ ആചാര്യം വിചാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ ഒരാൾ ഉയരുന്നത് താഴുന്നത് അയാളാൽ ആപേക്ഷികമാണ്. ഒരാൾക്കും ഒരാൾ ഉയർത്താനും കഴിയില്ല, താഴ്ത്താനും കഴിയില്ല. ആത്മാനമുദ്ധരേത്. ആ വാക്യങ്ങളെ സത്യമായി കരുതി സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള മാനസിക പക്വത ആർജിക്കണം എന്നർത്ഥം. അപ്പൊ ഇവിടെ വഴി കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ? ആ പ്രാഥമിക തലത്തിൽ ഇങ്ങനെയുള്ള ഉപദേശവാക്യങ്ങൾ കേൾക്കുമ്പം ആദ്യം ഒരു ആശ്വാസം വരും. നമ്മളിലേക്ക് ചിന്തിച്ചു നോക്കുക. ഈ ഭാഗവതവും ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതിന് മുന്നേ, കേൾക്കുന്നതിന് മുന്നേ ഞാൻ ആരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഞാൻ എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കുക. സൂക്ഷ്മമായി വിചാരം ചെയ്യുക. എത്രയോ വ്യത്യാസം നമ്മളിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് എന്നെ ക്ഷോഭിപ്പിച്ചിരുന്ന, അന്ന് എന്നെ വികാരപ്പെടുത്തിയിരുന്ന പലതും ഇന്ന് എന്നെ ക്ഷോഭിപ്പിക്കാറില്ല, വികാരപ്പെടുത്താറില്ല. അന്ന് സഹിക്കാൻ കഴിയാതിരുന്ന പലതും ഇന്ന് എനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ട്. സ്വയം ആലോചിച്ച് നോക്കുക. അത് ഒരു പരിണാമം സംഭവിക്കലാണ്. തീർത്തും ഒരു മൃഗം എന്ന തലത്തിൽ നിന്ന് മനുഷ്യൻ എന്ന എല്ലാ അർത്ഥവും തികഞ്ഞ ആ വിശാലമായ തലത്തിലേക്കുള്ള പടിപടിയായ പരിണാമം, അത് ഈ വേദാന്ത ശ്രവണം, ഈ ആധ്യാത്മിക സാധന ചെയ്യുന്നർത്ഥം. അപ്പൊ ഇവിടെ ഇത് കേട്ടപ്പം അങ്ങ് ആരാണ്, എവിടുന്ന് വന്നോ ചോദിച്ചു. അവിടെ വെച്ചിട്ട് അപ്പം ശ്രദ്ധ അങ്ങോട്ട് വന്നു. ഇനി ആ ശ്രദ്ധയിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. പറഞ്ഞു, ഞാനിതാ എത്ര ശാസ്ത്രീയമായൊരു ഉപദേശ രീതിയാ നോക്കൂ. വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഉപദേശ രീതിയാണ്. പറഞ്ഞു, അഹം തേ പുത്രകാമസ്യ പുത്രദഹ അസ്മി അങ്കിരാനൃപ. അല്ലയോ രാജാവേ, അങ്ങയ്ക്ക് പുത്രനെ നൽകിയ അങ്കിരസാണ് ഞാൻ. അപ്പം ഈ പുത്രദുഃഖം കൊണ്ട് വിഷമിക്കുന്ന അങ്ങയെ ഉപദേശിക്കാൻ ഇത്രയും അർഹത വേറൊരാൾക്കില്ല. തന്നയാൾ തന്നെയാണ് ഞാനേ. ഇനി ഞാൻ പറയാം എന്താണ്. ഇത്തം ത്വാം പുത്രശോകേന മഗ്നം തമസി ദുസ്തരേ അതദർഹം അനുസ്മൃത്യ മഹാപുരുഷ ഗോചരം. ഇനിയിപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണെങ്കിൽ, അങ്ങിങ്ങനെ വല്ലാത്ത ദുഃഖത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് ഇങ്ങോട്ട് വന്നതാ. ഇങ്ങനെ ഈ ദുഃഖത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അരികിലേക്കൊക്കെ ഈ സജ്ജനങ്ങൾ അങ്ങോട്ട് ചെല്ലുവോ? ഇല്ല. പിന്നെ ചെല്ലും എങ്ങനെയുള്ള ആൾക്കാരുടെ അരികിലേക്ക്? മഹാപുരുഷ ഗോചരം. അങ്ങ് മഹാപുരുഷ ഗോചരനാണ്. ഭഗവാന്റെ പരമഭക്തനാണ് അങ്ങ്. അപ്പൊ ഭഗവാന്റെ പരമഭക്തനായ അങ്ങ് അതദർഹം, ഇതൊരിക്കലും യോജിക്കുന്നില്ല. അങ്ങൊരിക്കലും ദുഃഖിക്കാൻ പാടില്ല, അങ്ങ് ഭഗവത് ഭക്തനായതുകൊണ്ട്. ഇത് വലിയൊരു സന്ദേശത്തെ നമുക്ക് നൽകുകയാണ്. ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടെ ആ ചിത്രകേതു മഹായോഗ്യനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു, സാർവഭൗമനായിരുന്നു. അതിലൊക്കെ ഉപരിയായി ചിത്രകേതുവിലുണ്ടായിരുന്ന ഒരു ഗുണം അതെന്തായിരുന്നു? ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ടാണ് ഇത്ര ദുർഘടമായ വിഷമകരമായ അവസ്ഥയിൽ യോഗ്യനായ ആചാര്യനെ ഇദ്ദേഹത്തിന് പ്രാപിക്കാൻ കഴിഞ്ഞത്. അപ്പം ഈ സജ്ജന സമാഗമം, സത്സംഗം സാധിക്കാൻ കഴിയുമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. എളുപ്പമല്ല. ഒരു പ്രഭാഷണം 1.5 മണിക്കൂർ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഭഗവാന്റെ വലിയ അനുഗ്രഹം വേണം. ഇവിടെ നിന്ന് ഒരു ദിവസം ഇരിക്കാൻ കഴിയണമെങ്കിൽ എന്തൊക്കെ വിപരീത അനുഭവങ്ങൾ ഉണ്ടാവാം. രാവിലെ അങ്ങോട്ടേക്ക് വരുമ്പോ ഒന്ന് കാല് വെച്ച് കുത്തിയാ പോരെ, വിഷമാവില്ലേ? അപ്പൊ ഇത് കേൾക്കാൻ കഴിയുമെങ്കിൽ ഭഗവാൻ അനുഗ്രഹം വേണം. ആ അനുഗ്രഹം ഭഗവാൻ തന്നിൽ ഭക്തിയുള്ളവർക്കേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് അങ്ങ് ഭക്തനാണ്, ഭഗവാന്റെ പരമഭക്തനായതുകൊണ്ട് ഞങ്ങളിതാ അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. അനുഗ്രഹായ ഭവത പ്രാപ്താവാമിഹ പ്രഭോ. അപ്പൊ ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ സംശയിക്കേണ്ട, സജ്ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളും, നമ്മളെ ഈ സംസാരത്തിൽ നിന്ന് ഉയർത്തിക്കോളും എന്ന് താല്പര്യം.
ശ്രീശുക ബ്രഹ്മർഷിയും അന്വേഷിച്ചിട്ട് പരീക്ഷിച്ച് നാട് മുഴുവൻ നടന്നുവാ? ഇല്ലല്ലോ. 7 ദിവസമേ അദ്ദേഹത്തിന് കാലാവധിയുള്ളൂ. പക്ഷേ എല്ലാറ്റിനെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു, മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാനിലേക്ക് ഉറപ്പിച്ചു. അവിടെ ഇരുന്നതോടുകൂടി ശ്രീശുക ബ്രഹ്മർഷി ഇങ്ങോട്ടേക്ക് വന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ യോഗ്യന്മാർ, നമ്മളെ സജ്ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമുക്കുള്ള വഴി പറഞ്ഞു തരാൻ, വഴി എനിക്ക് കാണുന്നില്ലല്ലോ, തെളിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, വഴി തെളിയിച്ചു തരാൻ നിരവധി ആൾക്കാരെ ഭഗവാൻ തന്നെ പറഞ്ഞയച്ചോളൂ എന്നർത്ഥം. അതുകൂടി കാണിക്കുക ഈ പ്രകരണം. എന്നിട്ട് അവിടെ പറഞ്ഞു കൊടുത്തു, അല്ലയോ രാജാവേ, അധുനാ പുത്രിണാം താപ ഭവദൈവ അനുഭൂയതേ. അന്ന് ഞാൻ വന്നപ്പം അങ്ങ് ദുഃഖം അനുഭവിക്കുകയായിരുന്നു, അന്ന് പുത്രദുഃഖമായിരുന്നു. സങ്കടം എന്ന് പറയട്ടെ, ഇന്നും അങ്ങയ്ക്ക് പുത്രൻ തന്നെയാണ് ദുഃഖത്തിന് കാരണം. അന്ന് പുത്രൻ ഇല്ലാത്തതായിരുന്നു ദുഃഖത്തിന് കാരണമെങ്കിൽ ഇപ്പം അനുഭവത്തിലൂടെ ബോധ്യായില്ലേ? ഇന്ന് മകനെ കൊണ്ടുള്ള ദുഃഖം അങ്ങ് അനുഭവിച്ചില്ലേ? ഇത് മകൻ എന്ന് മാത്രല്ല, ശബ്ദാദയശ്ച വിഷയ ചലാ രാജ്യവിഭൂതയ മഹീരാജ്യം ബലം കോശ മൃത്യ ആമാത്യ സുഹൃജനാഹ സർവേപി ശൂരസേനേമേ ശോകമോഹ ഭയാർത്തിതാഹ. രാജ്യം ആയിക്കോട്ടെ, ഐശ്വര്യം ആയിക്കോട്ടെ, ഈ ലോകത്തിൽ ഗംഭീരമെന്ന് പുകൾപ്പെട്ട എന്തു ആയിക്കോട്ടെ, കേമപ്പെട്ടതെന്ന് പറയുന്ന എന്തു ആയിക്കോട്ടെ, ഗന്ധർവ നഗരപ്രഖ്യ സ്വപ്നമായ മനോരഥാഹ, അതിനൊക്കെ നിലനിൽപ്പ് എത്രയുള്ളൂ? ഒരു സ്വപ്നക്കാഴ്ചയ്ക്ക് തുല്യമേ ഉള്ളൂ. സ്വപ്നം കാണുമ്പം നല്ല സന്തോഷം, നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. കണ്ണങ്ങ് തുറന്നു കഴിഞ്ഞാലോ പോയി. ചിലപ്പോൾ നല്ല സ്വപ്നമൊക്കെ കണ്ടിട്ട് പിന്നെയും നമ്മൾ കണ്ണ് ഇറക്കി അടയ്ക്കാറുണ്ട്, ഉണർന്നിട്ടും കുറച്ചുകൂടി അതിനെ ബാക്കി കാണാന്ന് വെച്ചിട്ട്. ലോട്ടറി ഇങ്ങ് അടിച്ചു, അത് അവിടെ കൊണ്ട് കൊടുക്കുന്നതിന് മുന്നേ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നുപോയി. കണ്ണിങ്ങനെ ഒന്നുകൂടി ചിമ്മി നിൽക്കുന്നു, അവിടെ കൊടുത്തിട്ട് ഉണരാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞു. പിന്നെ കണ്ണും ചിമ്മിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലോകത്തിൽ ശ്രേഷ്ഠങ്ങൾ എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമായിക്കോട്ടെ, അതിന്റെ സ്വഭാവം എന്താണ്? ഇങ്ങനെയാണ്. സ്വപ്നമായ മനോരഥ, സ്വപ്നക്കാഴ്ചയ്ക്ക് തുല്യം നിലനിൽപ്പേ അതിനുള്ളൂ. ഒന്ന് വിചാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന, നമ്മളെ ബന്ധിക്കുന്ന, നമ്മളിൽ പല അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന എന്ന് കരുതുന്ന ഈ പ്രാപഞ്ചിക വിഷയങ്ങളൊക്കെ മിഥ്യയാണെന്ന് ബോധ്യാവും. മിഥ്യ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സത്യമെന്നോ അസത്യമെന്നോ പറയാൻ കഴിയാത്തത് എന്നാണ്. ഈ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും അങ്ങനെയാ. വ്യാവഹാരികമായിട്ട് ഇതിന് നിലനിൽപ്പുണ്ട്. എന്നാൽ വിചാരതലത്തിൽ, സൂക്ഷ്മ വിചാരതലത്തിൽ ഇതില്ലാതെയാവും. ഇത് വിളക്കാണ്, അല്ലെങ്കിൽ ഇത് കൃഷ്ണനാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഇതെന്താ ചോദിച്ചാൽ കൃഷ്ണൻ ആണെന്ന് പറയും. ഇനി ഒന്നുകൂടി ചോദിച്ചാലോ അത് പ്രതിമയാണെന്ന് പറയും. ഇനി ഒന്നുകൂടി ചോദിച്ചാൽ അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്ന് പറയും. അപ്പൊ അതിന്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോകും തോറും ആദ്യം കൽപ്പിക്കപ്പെട്ട പേരും രൂപവും ഒക്കെ ഇല്ലാതെയാവുന്നുണ്ട്. ഇത് നമ്മളങ്ങ് എടുത്തു, നടക്കുമ്പോൾ ഇത് കയ്യിൽ നിന്ന് വീണു, പൊട്ടി, വല്ലാത്ത സങ്കടമായി, വല്ലാത്ത വിഷമായി. ആ വിഷമം ഉണ്ടായത് എന്തുകൊണ്ടാ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊട്ടിയതുകൊണ്ടല്ല, കൃഷ്ണൻ പൊട്ടിയതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, കൃഷ്ണനാണ് എന്നുള്ള സങ്കല്പമാണ് അവിടെ വിഷമത്തിന് കാരണം. ആ വിഷമം ശരിയോ തെറ്റോ എന്നുള്ളതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇതേപോലെ ഇതെന്റെ മകനാണ്, ഇതെന്റെ മകളാണ്, അതാണ്, ഇതാണ്, മറ്റേത് സങ്കല്പാണെന്നുള്ളത് ഉറപ്പല്ലേ? സത്യം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇതേപോലെ നമ്മൾ ഈ പറയുന്നതിനൊക്കെ സത്യത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒന്ന് കാര്യകാരണ വിചാരം ചെയ്താൽ, യുക്തി വിചാരം ചെയ്താൽ അതിന്റെ സത്യം കൂടുതൽ തെളിഞ്ഞു വരും. മറ്റതൊക്കെ പോവും. ഈ പുറമെ കാണുന്ന പേരും രൂപവും ഒക്കെ ഇല്ലാതെയാവും. ഈ പേരും രൂപവും അല്ലേ നമ്മളെ ബാധിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. നമ്മൾ സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നത്, അതില്ലാതെയായാലോ സുഖവും ദുഃഖവും ഇല്ലാതെയാവും. അപ്പൊ ഇതൊക്കെ മനസ്സ് കൽപ്പിച്ചുണ്ടാക്കുന്നതാണ്. സങ്കല്പമാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത്. ഈ പ്രപഞ്ചം ഇങ്ങനെ സത്യമാണെന്നുള്ള സങ്കല്പം നമ്മളിലുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്. ആ സങ്കല്പമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അത് ബോധ്യാവൂ എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ്. അവസാനം പറഞ്ഞു, അത് ഈ പ്രപഞ്ചത്തിന്റെ അനിത്യത വിചാരം ചെയ്തറിഞ്ഞ് എന്ത് ചെയ്യാ? സ്വസ്ഥാഭവ, അങ്ങ് സ്വസ്ഥനാവൂ. ദ്വൈതത്തിൽ നിന്നും മനസ്സിനെ വേർപെടുത്തൂ എന്ന് പറയാണ്. ഒന്നും കൂടി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി ആ കുട്ടിയെ ഒന്നും വിളിച്ചു എന്നാണ്. ആ ജീവാത്മാവ് അങ്ങ് ഇരുന്നു എന്നാ. എന്നിട്ട് ജീവാത്മാവ് പറഞ്ഞു, എന്റെ അവസ്ഥ എന്താ? ഇതിപ്പോ ഏത് ജന്മത്തിലുള്ള അച്ഛനും അമ്മയാ എന്നെ കാത്തിരിക്കുന്നു ചോദിച്ചു എന്നാണ്. പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടി ജന്മജന്മാന്തരങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുക, കുറെ കാലമായി തുടങ്ങിയിട്ട്. അവിടേക്ക് എത്രയോ അച്ഛന്മാരുണ്ടായിട്ടുണ്ട്, അമ്മമാരുണ്ടായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ ബന്ധങ്ങൾക്കൊക്കെ അർത്ഥം. ജീവന്റെ സ്വഭാവം കൂടി വ്യക്തമായിട്ട് അവിടെ ബോധിപ്പിച്ചു കൊടുത്തു. സമ്പൂർണ്ണ വൈരാഗ്യം വന്നു, വിവേകമുണ്ടായി, വൈരാഗ്യം വന്നു. ഇനി കൊടുക്കാം. അവിടെ വെച്ചിട്ട് അനന്തമൂർത്തിയെ ഉപാസിക്കുവാനുള്ള തത്വത്തെ ബോധിപ്പിച്ചു കൊടുത്തു. ആ ഉപാസന സമ്പ്രദായത്തെ ബോധിപ്പിച്ചു കൊടുത്തു. ആ ഉപാസന ചെയ്തു. അനന്തമൂർത്തി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അതിഗംഭീരമായ ഉപദേശം നൽകി എന്നാണ്. അതിനു മുന്നേ ആ പ്രത്യക്ഷപ്പെട്ട അനന്തമൂർത്തിയെ അദ്ദേഹം ഗംഭീരമായിട്ട് സ്തുതിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തത്വങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അത് ഉപദേശം പറഞ്ഞാൽ പിന്നെ സ്തുതി പറയേണ്ടതില്ല. അവിടെ പറഞ്ഞതൊക്കെ തന്നെ എവിടെയും പറയുന്നത്. അങ്ങനെ ഗംഭീരമായിട്ട് സ്തുതിച്ച
ആ അനന്തമൂർത്തിയിൽ നിന്നും തത്വോപദേശവും കിട്ടി. ഇദ്ദേഹത വിദ്യാധരന്മാരുടെ അധിപതിയായി, മഹായോഗ്യനായി, ശ്രേഷ്ഠനായി, പരമഭക്തനാണിപ്പം. എന്നാ പിന്നെന്തേ അദ്ദേഹത്തിനിപ്പം വൃത്രാസുരന്റെ പൂർവജന്മകഥയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇത്ര ഉയരത്തിൽ നിൽക്കുന്നയാൾക്ക് അസുരനായിട്ട് അധപ്പതിക്കാൻ എന്താ കാരണം ചോദിക്കുക. അതിന് കാരണം പറഞ്ഞു. അദ്ദേഹം ഒരിക്കല് കൈലാസത്തിൽ ചെന്നു. അപ്പൊ കൈലാസത്തിൽ ചെന്ന സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ച അത് അദ്ദേഹത്തിന് അത്ര കേമായിട്ട് തോന്നിയില്ല എന്നാണ്. എന്താ അവിടെ കണ്ട കാഴ്ച? അവിടെ പരമേശ്വരൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. തന്റെ മുന്നിലുള്ള ആൾക്കാർക്കൊക്കെ തത്വം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോ അത്ര മോശമായ കാഴ്ചയാണോ? അല്ല. ഉപദേശിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ? പാർവതീദേവിയെ മടിയിൽ ഇരുത്തി ആലിംഗനം ചെയ്തുകൊണ്ടാണ് തത്വോപദേശം നൽകുന്നത്. ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് ആലിംഗ്യ അംഗീകൃതാം ദേവീം ബാഹുനാമുനി സംസതി ഉവാചദേവ്യ ശൃണ്വത്യ ജഹാസോച്ചയസ്തദന്തികേ എന്നാണ്. ഇത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് കഷ്ടം തോന്നി, പരിഹാസം തോന്നി, ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നത് കണ്ണോണ്ടല്ല മനസ്സുകൊണ്ടാണ്. നമ്മളുടെ ഉള്ളിലുള്ള സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് അനുഭവം ഉണ്ടാവുക. നല്ല സങ്കല്പമാണ്, നല്ല വീക്ഷണമാണെങ്കിൽ ഏത് ചീത്ത സാഹചര്യത്തിലും നല്ലതേ കാണാൻ കഴിയൂ. ഇവിടെ ഇപ്പം മുന്നിലിരിക്കുന്ന ആ സന്ദർഭം സദസ്സ് നോക്കണം. മുന്നിലിരിക്കുന്നവർ വിവരമില്ലാത്തവരല്ല. നാരദ മഹർഷി മഹായോഗ്യന്മാരായ മഹർഷീശ്വരന്മാരാണ്. അവരൊക്കെ സമ്പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഈ ഭാര്യയെ മടിയിൽ വെച്ചൊരു ഉപദേശം നൽകുന്ന ശിവനിൽ നിന്ന് ഉപദേശം വാങ്ങുന്നുണ്ട്. അവരൊന്നും അവിടെ ഒരു ദോഷം കണ്ടിട്ടില്ല. അപ്പൊ എവിടെയും മനസ്സിലാക്കുക, ദോഷം നമ്മൾ ഏറെക്കുറയും നമ്മൾ ദോഷം കാണുന്നത് നമ്മളിലുള്ള ദോഷത്തെ അങ്ങോട്ടേക്ക് ആരോപിച്ചിട്ടാണ്. നമ്മളിൽ ദോഷം ഉണ്ടാവുമ്പോൾ നമ്മൾ പുറമേയും ദോഷം കാണും. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം ഉള്ളൊരു ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വിളക്കുണ്ട് എന്ന് വെച്ചാൽ സംശയിക്കേണ്ട, നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ വെളിച്ചായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇരുട്ടാണോ, എവിടെ പോയാലും ഇരുട്ടും ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ഉള്ളില് നേരത്തെ അനുഗ്രഹമൊക്കെ കിട്ടിയെങ്കിലും തത്വോപദേശം കിട്ടിയിട്ടും എന്തേ ഇങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം വരും. അതിനും മറുപടി ഉണ്ട്. തത്വോപദേശമൊക്കെ കിട്ടിയെങ്കിലും ഇദ്ദേഹം വിഷയത്തിൽ നിന്നും വേർപെട്ടിട്ടില്ല. പിന്നെ ഈ ഭാര്യമാരുടെ കൂടെയൊക്കെ തന്നെയാണ്, പിന്നെയും ഈ വിഷയത്തിന്റെ നടുവിൽ തന്നെയാണ്. വിഷയവുമായി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തസ്മാത് ജാഗ്രത ആചാര്യം പറയും, ജാഗ്രതയോട് കൂടിയിരിക്കണം. എപ്പോഴും നമ്മളെ മനസ്സിനത് ബാധിക്കാം. ബാധിച്ചു കഴിഞ്ഞാലോ എത്ര ഉന്നത തലത്തിൽ നിന്നും അധപ്പതനം ഉണ്ടാവാം. ആ അധപ്പതനമാണ് ഇവിടെ ചിത്രകേതുവിൽ നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയെങ്കിലും വിഷയവുമായ സന്നികർഷം നിമിത്തം ശ്രദ്ധ മാറുകയും തന്മൂലം അധപ്പതിക്കുകയും ചെയ്തു. ഇനിയൊരു ചോദ്യം, അങ്ങനെ അധപ്പതിച്ചാൽ ഇതുവരെ ചെയ്തതൊക്കെ അങ്ങ് വെറുതെയായി പോവോ? ഇല്ല. തൽക്കാലം അധപ്പതനം ഉണ്ടായി. ആ അധപ്പതനം ഉണ്ടാവാൻ കാരണമായ സ്വഭാവം എന്തായിരുന്നോ അത് നശിച്ചതോടു കൂടിയിട്ട് പിന്നെ ചിത്രകേതുവിന് ഇവിടെ വരെ യാത്ര ചെയ്തയാൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ഒന്നുള്ളൂ. ഒന്ന് വഴി തെറ്റി നേരെ പിന്നെ പോയി നിൽക്കേണ്ടി വന്നിട്ടില്ല. അവിടേക്ക് തന്നെ കയറി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അത് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഭാഗവത ധർമ്മത്തിന്റെ ഒരു സവിശേഷതയാണ്. നേഹ അഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്. അഭിക്രമനാശം ഇതിനില്ല. അഭിക്രമനാശം പ്രത്യവായ നാശം രണ്ടും ഇതിനില്ല. നമ്മൾ കൃഷി നടത്തുന്ന സമയത്ത് ഒരു മാസം മുഴുവൻ നശിച്ചു, നമ്മൾ നല്ലോണം നനച്ചിട്ടുണ്ട്, 10 ദിവസം നനച്ചില്ല എന്ന് വെച്ചാൽ ഒരു മാസം നനച്ചതുകൊണ്ട് കാര്യമില്ല, അത് നശിച്ചു പോകും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. യോഗഭ്രഷ്ടന്റെ അവസ്ഥ എന്താണെന്ന് ഗീതയിൽ ചോദിക്കുമ്പം വ്യക്തമായിട്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും. എവിടുന്ന് വഴി തെറ്റിയോ പിന്നെ ഒരു സാഹചര്യം കിട്ടിയാൽ അനുഷ്ഠിച്ചു വന്നതിന്റെ സംസ്കാരം ഉള്ളിലുണ്ടാവും, നേരെയാവും, അവിടേക്ക് തന്നെ വന്ന് പിന്നെ അങ്ങോട്ട് പോകാന്നർത്ഥം. പിന്നെ പിന്നിലേക്ക് പോകണ്ട. അതുകൊണ്ട് ഇന്ന് ജപിച്ചു വെക്കുന്ന ഓരോ നാമവും ഉറപ്പിച്ചോളൂ, അത് അസറ്റാണ്. അതവിടെ ഉണ്ടാവും. നാളെ നമുക്ക് നിശ്ചയില്ല. നമ്മൾ ഇതൊക്കെ തെറ്റാന്നും പറഞ്ഞിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന തലത്തിലേക്ക് എത്തിപ്പോയേക്കാം, അധപ്പതിച്ചേക്കാം, ഇതൊക്കെ സംഭവിച്ചേക്കാം, നമുക്കറിയില്ല. മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ ശക്തി അപാരമാണ്. എന്നാൽ ഇന്നിപ്പോ നമുക്കിതൊക്കെ കേമാണ്, ശ്രേഷ്ഠാണെന്നുള്ള ചിന്ത ഉണ്ടല്ലോ. ഇന്ന് ചെയ്യുന്നത് മുഴുവൻ അവിടെ ഉണ്ടാവും എന്നർത്ഥം. ഇന്ന് ചെയ്യുന്നത് നാളെ ഇനി അധപ്പതിച്ചാലും ഇങ്ങോട്ടേക്ക് തന്നെ വരുവാനുള്ള ഒരു കാരണമായി, ഒരു പ്രേരകമായിട്ട് നമ്മളിൽ നിൽക്കും. അതാ അജാമിളന് അവസാനത്തെ മകന് നാരായണൻ എന്ന് പേരിടാൻ തോന്നിയത്. ആ തോന്നൽ ചെറുപ്പത്തിൽ ആർജിച്ച സംസ്കാരമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്. വിഷയത്തിലേക്ക് വരിക. ഇവിടെ അദ്ദേഹത്തിന് ഇത് കണ്ട സമയത്ത് ഉള്ളിലുള്ള ആ തിന്മ, അപ്പം ചിത്രകേതുവിന് സംഭവിച്ചത് അതാണ്. ഏറ്റവും ഉയർന്ന തലത്തിൽ വിഷയങ്ങളുമായ സന്നികർഷം നിമിത്തം അധപ്പതിച്ചു. എന്നാ പിന്നെ വൃത്രാസുരനായെങ്കിലും വീണ്ടും ഭഗവാനിലേക്ക് എത്താനും കഴിഞ്ഞു.
ഇതിനങ്ങ് ശപിച്ചു. എന്താ അവിടെ നിന്ന് പറഞ്ഞു എന്നാണ്. കഷ്ടണ്ട്, ലോകഗുരുവാണ്, കേമനാണ്, ശ്രേഷ്ഠനാന്നൊക്കെ പറയുക. എന്നിട്ടും ഇങ്ങനെ സ്ത്രീകളുടെ കൂടെ ഗദഹ്രീ പ്രാകൃതോ യഥാന്നൊക്കെ നാണല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. കഷ്ടണ്ട് എന്നാണ്. പ്രായശ പ്രാകൃതാശാപി, പ്രാകൃതന്മാര് പോലും ഇങ്ങനെ ഇരിക്കില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ആക്ഷേപിച്ചു എന്നാണ്. ഒരിക്കലും നമ്മളുടെ ഈ പരിമിതമായ യുക്തിക്കുള്ളിൽ മഹാന്മാരെ ഒതുക്കാൻ ശ്രമിക്കരുത്. മഹാന്മാരുടെ തലത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മുടെ യുക്തി എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുത്ത അറിവിനാലും നമുക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളാലും പരിമിതമാണ്. ഇന്ന് നമുക്ക് തെറ്റെന്ന് തോന്നുന്നത് നാളെ കൂടുതൽ കൂടുതൽ അറിവുണ്ടാവുമ്പം, കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുമ്പം അത് ശരിയായിട്ട് വരും. അപ്പം വിശാല ചിന്തയില്ലാതെ തൽക്കാലം തെറ്റെന്ന് തോന്നുന്ന സമയത്ത് അങ്ങ് കാടടച്ച് വിമർശിച്ചാൽ പിന്നെ ഇതുപോലെ ചിത്രകേതുവിനെ സംഭവിച്ചതുപോലെയുള്ള ദോഷം ഉണ്ടാവും. ഇവിടെ അതെയാണ് ഇരിക്കുന്നത്. ആരാ? സാക്ഷാൽ പരമേശ്വരനും പരമേശ്വരിയുമാണ്. ആരാ പരമേശ്വരന്മാർ? വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. കാളിദാസൻ പറയും, വാക്കും അർത്ഥവും പോലെ ഒരുമിച്ച് നിൽക്കുന്ന ലോകത്തിന്റെ മാതാപിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പൊ ലോകത്തിന്റെ മാതാപിതാക്കളായി കണ്ടിരുന്നുവെങ്കിൽ ഈ കുഴപ്പം വരില്ല. അച്ഛനും അമ്മയും കൂടി ഇരിക്കുമ്പം അച്ഛനും അമ്മയുമാണ് ഇരിക്കുന്നതെന്നാ മകന് തോന്നേണ്ടത്. അച്ഛനും അച്ഛന്റെ ഭാര്യയുമാണ് ഇരിക്കുന്നതെന്ന് തോന്നിയാൽ എത്ര അപകടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ അപകടത്താണ് ആർക്കുണ്ടായത്? ഇവിടെ ചിത്രകേതുവിനുണ്ടായത്. ശപിച്ചു പാർവതി, അസുരയോനി പോയി ജനിക്കട്ടെ എന്നാണ്. ശാപത്തിന്റെ തീവ്രത ആലോചിക്കണേ. വിദ്യാധരന്മാരുടെ അധിപതിയായി ഉന്നത തലത്തിൽ ഇരിക്കുമ്പോഴാണ് ശാപം കിട്ടുന്നത്. അപ്പൊ എത്ര താഴ്ചയിലേക്കാ പോകുന്നത് നോക്കണം. ആരാണെങ്കിലും ഒന്ന് തളർന്നു പോവും. ഇതിന് മുന്നേയും എത്രയോ ശാപങ്ങൾ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുണ്ട്. ശപിച്ചു കഴിഞ്ഞാൽ സമയം ശപിച്ച് തീരില്ല, അപ്പോഴത്തേക്ക് എന്റെ കാൽക്കലേക്ക് വീഴും. എന്റെ ബുദ്ധിയില്ലായതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതല്ലേ, വിവരമല്ലേ, അങ്ങ് ക്ഷമിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ശാപമോക്ഷം അങ്ങോട്ടേക്ക് യാചിച്ചു വാങ്ങും. ഇനി അങ്ങോട്ടേക്കാ ചിത്രകേതുവിന്റെ മഹത്വം നമ്മൾ അറിയുക, അല്ലെങ്കിൽ ഭക്തന്റെ മഹത്വം നമ്മൾ അറിയുക. വിപരീത സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ, അബദ്ധങ്ങൾ, അധപ്പതനങ്ങൾ ഏവർക്കും ഉണ്ടാവും. എന്നാൽ ഭഗവത് ഭക്തി അവലംബമായി വരുന്ന സമയത്ത് എത്ര വലിയ അധപതനമാണെങ്കിൽ പോലും സമചിത്തതയോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കാനും അതിനാൽ നാശത്തിലേക്ക് പോവാതെ ഉയരത്തിലേക്ക് എത്താനും കഴിയുന്നതാണ് ഇവിടെ ചിത്രകേതുവിന്റെ കഥ നമുക്ക് കാണിച്ചു തരുന്നത്. പറഞ്ഞു, പ്രതിഗൃഹാമി തേശാപം ആത്മന അഞ്ജലിനാംബികേ. അമ്മയെന്ന് വിളിച്ചു എന്നാണ്. തിരിച്ചറിവുണ്ടായി അവിടെ. അമ്മയുടെ ശാപത്തെ ഞാനിതാ കൈ നീട്ടി വാങ്ങുന്നു, എനിക്ക് ശാപമോക്ഷം വേണ്ട. അമ്മ ശപിച്ചു എന്നെ അസുരനായിട്ട് ജനിക്കട്ടെ എന്ന്. എന്താ കുഴപ്പം? എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് സുഖം ദുഃഖമൊന്നുമില്ല. ആർക്കാ സുഖം ദുഃഖമൊക്കെ? ഇവിടെ സംസാരത്തെ സത്യമായിട്ട് കരുതി നടക്കുന്നയാൾക്ക് മാത്രമേ ഉള്ളൂ സുഖം ദുഃഖമൊക്കെ. ജന്തുരജ്ഞാനമോഹിത ഭ്രാമ്യൻ സുഖം ച ദുഃഖം ച ഭുങ്ക്തേ സർവത്ര സർവത. ഇതൊക്കെ സത്യമായിട്ട് കരുതുമ്പോഴാണ് ഇതിൽ നിന്ന് സുഖം ദുഃഖം ഉണ്ടാവുന്നത് എന്നുള്ള ധാരണ ഉണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ ഭഗവാനാണ്. താഴ്ചയിലേക്ക് പോകുമ്പം ദുഃഖം, ഉയരത്തിലേക്ക് പോകുമ്പോൾ സുഖം. സാമാന്യ രീതിയിൽ അങ്ങനെയാ. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ താഴ്ചയില്ല, ഉയർച്ചയില്ല. സകല ഉച്ചനീചത്വങ്ങൾക്കും ഉപരിയായി ഇവിടെ ഉള്ളത് ഭഗവാനാണ്. അല്ലയോ അമ്മയാ, അങ്ങ് ശപിച്ചോ, അങ്ങ് അസുരനാവട്ടെ എന്ന്. ഇപ്പൊ എന്താ അസുരനായാൽ എന്താ കുഴപ്പം? എന്താ അസുരനായാൽ കുഴപ്പം? അസുരന്റെ അസുരത്വവും മനുഷ്യന്റെ മനുഷ്യത്വവും ദേവന്റെ ദേവത്വവും മൃഗത്തിന്റെ മൃഗത്വവും സാക്ഷാൽ ഭഗവാനാണ്. അവിടെ എവിടെയാ അവര് മോശം നല്ലത് തീയതെന്നുള്ള ചിന്ത അജ്ഞാന തലത്തിലേ ഉള്ളൂ. അസുരൻ എന്താ മോശം? അസുരനിലൂടെ അസുരനായിട്ട് പ്രകാശിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഒരു കുഴപ്പമില്ല, ഞാൻ അസുരനായിക്കോളാം. നീ അസുരൻ എന്താ അമ്മ പറഞ്ഞോളൂ, എങ്ങനെ വേണേ ശപിച്ചോളൂ എന്നാണ്. ഇനി അസുരനിലും താഴ്ന്നൊരു അവസ്ഥ ഉണ്ടോ? ആയിക്കോട്ടെ, ഞാൻ പോയിക്കോളാം. അവിടെയും ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥലം എവിടെയില്ല. ഇവിടെ ഒരു അനുഗ്രഹമോ ശാപമോ സ്ഥിരമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ അമ്മ ക്ഷമിച്ചോളൂ എന്നാണ്. എൻ മന്യസേ അസാധൂക്തം മമതല ക്ഷമ്യതാം സതി. ആ വാക്കിന്റെ ഉറപ്പ് നോക്കൂ. പാർവതിയുടെ മുന്നിൽ അസുരനായിട്ട് അധപ്പതിക്കട്ടെ എന്ന് ശപിച്ച സമയത്ത് വന്ന വാക്കുകളാണ്. ഇനിയും ശാപമോക്ഷം എനിക്ക് വേണ്ട, എവിടെ പോകാനും ഞാൻ തയ്യാറാണ്, എവിടെയും ഭഗവാൻ ഉണ്ടെന്ന് അർത്ഥം. ഉറച്ച കാൽവെപ്പുകളോടെ നടന്നങ്ങ് പോയി എന്നാണ്. അവിടെ അങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന പാർവതിയോട് പരമേശ്വരൻ പറഞ്ഞു, ഇപ്പം കണ്ടില്ലേ മാഹാത്മ്യം ഭൃത്യഭൃത്യാനാം നിസ്പൃഹാനാം മഹാത്മനാം. ഭഗവത് ഭക്തന്മാരുടെ മഹത്വം ഇതാണ്. നാരായണ പരാസർവേ എന്ന കുതശ്ചന ബിഭ്യതി. ലോകത്തെ മുഴുവൻ നാരായണനായിട്ട് കരുതുന്ന അവർ ഒന്നിനെയും ഭയക്കുന്നില്ല. ഭയം എപ്പോഴും ഭേദത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ദ്വിതീയാദ്വൈ ഭയം ഭവതി. രണ്ടില്ല അവർക്ക് നാശത്തിനെ ഭയക്കാനില്ല. നശിക്കുന്ന ഒന്നും അവിടെ ഇല്ല, ഉള്ളത് മുഴുവൻ ഭഗവാനാണ്. അതുകൊണ്ട്
സ്വർഗാപവർഗ നരകേഷവി തുല്യാർത്ഥദർശിന. സ്വർഗമായിക്കോട്ടെ, അപവർഗമായിക്കോട്ടെ, നരകമായിക്കോട്ടെ, തുല്യമായിട്ട് അവർ കാണുന്നു. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കഥാജനേതി. തൈത്തിരീയോപനിഷത്ത് പറയും, ആനന്ദസ്വരൂപിയായ ബ്രഹ്മത്തെ, ഭഗവാനെ സാക്ഷാത്കരിച്ചവൻ ഒന്നിനെയും ഭയക്കുന്നില്ല. ഭക്തി ഭയം പരസ്പര വൈരുദ്ധ്യ. ഭയം ഉണ്ടോ ഭക്തി ഇല്ല എന്ന് മനസ്സിലാക്കിക്കോളുക. ഭക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണം നിർഭയത്വമാണ്. സർവേശ്വരനായ സർവശക്തനായ ഭഗവാനിൽ നമ്മളെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. പേടിക്കുന്നുണ്ടോ? സമർപ്പിച്ചിട്ടില്ല. ഇവിടെ വ്യക്തമായിട്ട് ആ ഭക്തന്റെ ലക്ഷണം അങ്ങ് പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. ഈ ചിത്രകേതുവാണ്. ഏത് ചിത്രകേതു? പാർവതി ദേവിയുടെ ശാപത്തിന് മുന്നിൽ വിദ്യാധരന്മാരുടെ അധിപതി സ്ഥാനത്ത് നിന്ന് അസുര തലത്തിലേക്ക് അധപ്പതിച്ചിട്ടും പതറാതെ ഉറച്ച കാൽവെപ്പുകളോടുകൂടെ നടന്നുപോയ ആ ധീരനായ ചിത്രകേതുവാണ് വൃത്രാസുരനായിട്ട് ജനിച്ചത്. പിന്നെ യുദ്ധക്കളത്തിൽ പതറാത്തതിനും യുദ്ധക്കളത്തിലെ മരണം മുന്നിൽ കണ്ട സമയത്ത് ഒരു പരിഭ്രമം ഇല്ലാതെ വന്നതിനും ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കാൻ കഴിഞ്ഞതിനും അത്ഭുതമുണ്ടോ? ഒരത്ഭുതവുമില്ല. അങ്ങനെ ആ ചിത്രകേതുവിന്റെ പ്രകരണം അവിടെ പറഞ്ഞങ്ങ് നിർത്തിയെന്നാണ്. ഈ ഒരു ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ മംഗളശ്ലോകങ്ങളോടുകൂടി നമുക്കും സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.